ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാവായ ഒരു MP BJPയിൽ ചേരുമെന്ന് റിപ്പോർട്ട്. കേരളത്തിലെ ഒരു MP BJPയെ സമീപിച്ചുവെന്ന് ദില്ലിയിൽ നിന്നുള്ള ഇന്ത്യൻ എക്സ്പ്രസ് വെളിപ്പെടുത്തി. കേരളത്തിൽ CPIMനെതിരെ കോൺഗ്രസ് പ്രചാരണം നടത്തുമ്പോഴാണ് ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത്. കേരളത്തിലെ ഒരു പ്രമുഖ കോൺഗ്രസ് MP BJPയെ സമീപിച്ചു എന്നാണ് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഈ ഒരു നേതാവ് സ്വന്തം പാളയത്തിലെത്തിയാൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന വിലയിരുത്തലാണ് BJP ദേശീയ നേതൃത്വമെന്നും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. മറ്റൊരു സവിശേഷമായ വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നു. ചാണ്ടി ഉമ്മൻ MLA മോദി സർക്കാരിൻ്റെ അഭിഭാഷക പട്ടികയിൽ വന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച അഭിഭാഷക പാനലിൽ ചാണ്ടി ഉമ്മൻ ഇടം നേടി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷകനായാണ് ചാണ്ടി ഉമ്മനെ നിയമിച്ചിട്ടുള്ളത്. കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വളരെ സവിശേഷമായ വിലയിരുത്തലുകൾക്ക് വിധേയമാകുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, കേരളത്തിലെ പൊതുരാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ചർച്ചയ്ക്ക് അതിൻ്റേതായ രാഷ്ട്രീയമാനമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വന്ന പ്രതികരണങ്ങൾ പലതും, നേതാക്കളുടെ പല പ്രതികരണങ്ങളും ഈ ചർച്ചയ്ക്ക് വിധേയമാക്കാവുന്നതുകൂടിയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, CPIM, സേനാപതി വേണു, കോൺഗ്രസ് വക്താവ്, M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ശ്രീ സേനാപതി വേണു, എന്താണ് താങ്കൾ ഇതേക്കുറിച്ച് പറയുക? ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതേക്കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ, മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരിക്കാതെയാണ് അദ്ദേഹം പോയത്. ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിനെ നയിക്കുന്നൊരു നേതാവ് എന്ന നിലയിൽ പൂർണ്ണമായും അദ്ദേഹത്തിന് ആ മാധ്യമ വാർത്തയെ തള്ളിക്കളയാമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അതിനോട് പ്രതികരിക്കാൻ കഴിയില്ല എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം വിജയരാഘവൻ, CPIMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം, പറഞ്ഞത് ഒരത്ഭുതവും അതിലില്ല എന്ന് തന്നെയാണ്. K കരുണാകരൻ്റെ വീട്ടിൽ പോലും RSSകാർ കയറിക്കഴിഞ്ഞല്ലോ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ്, അത്ഭുതമില്ലാത്ത വിധം അത്തരം തേടിപ്പോകലുകൾ ഉണ്ടാകാം. കേരളത്തിലെ മുതിർന്ന ഒരു കോൺഗ്രസ് MP BJP ദേശീയ നേതാക്കളുമായി, നേതൃത്വവുമായി ആലോചന നടത്തിക്കഴിഞ്ഞു എന്ന് ദേശീയ തലത്തിൽ നിന്ന് വന്ന വാർത്തയാണ്, സംസ്ഥാനത്തെ മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്തയല്ല. അത്തരം ഗൗരവമുള്ള പല വാർത്തകളും മുൻപ് കൊടുത്തതിൻ്റെ ഒരു പശ്ചാത്തലം ദില്ലിയിൽ നിന്നുള്ള ഈ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയ്ക്കുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യാറുമുണ്ട്. അത് പലപ്പോഴും പല ഘട്ടത്തിലും ശരിയായ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് താനും. ഇതെല്ലാം വരുന്നൊരു പശ്ചാത്തലത്തിൽ ഈ ചർച്ചയിൽ ശ്രീ സേനാപതി എന്തു പറയും? ഞാൻ ഡോക്ടർ ലാലെ, ഈ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലാണ് ഈ വാർത്ത വന്നത്. സോറി ശരത്തെ, ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലാണ് ഈ വാർത്ത വന്നത് എന്ന് പറഞ്ഞപ്പോ, ഞാൻ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് കോട്ടയം എഡിഷനാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. ഞങ്ങളുടെ ജില്ലയിലൊക്കെ വരുന്നത്, ഇടുക്കിയിലേക്ക് വരുന്നത് കോട്ടയം എഡിഷനാണ്. അപ്പൊ ഞാൻ പരിധി നോക്കി ഒരു സൈഡ് മുതൽ അങ്ങേയറ്റം വരെ. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത കണ്ടില്ല. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ഇത് ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ആണോ എന്ന്. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത്, ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ എക്സ്പ്രസിന്റെ അവിടുത്തെ ഒരു എഡിഷനിലാണ് ഈ വാർത്ത. മാനേജ്മെന്റ് രണ്ടാണ്, അതുകൊണ്ടാണ് നമ്മുടെ ഇവിടെ വരുന്നതും അത് മാനേജ്മെന്റ് രണ്ടാണ്. അതെ, ഗോയങ്ക ഗ്രൂപ്പ് ആണെങ്കിലും ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലാണ് ഈ വാർത്ത വന്നത്. സോറി, ഇന്ത്യൻ എക്സ്പ്രസിലാണ് ഈ വാർത്ത വന്നത് കരുതുന്നത്. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. അപ്പോ ഇതില് ആമുഖമായി എനിക്ക് പറയാനുള്ളത്, ഇതൊരു ഒരു തമാശ മാത്രം. ഇത് ഏതെങ്കിലും ഒരു പത്രക്കാരൻ അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു തമാശ മാത്രമായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുന്നത്, ഒരാളൊരു കാര്യം ചെയ്യണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിട്ടേണോ ഒക്കെ കിട്ടണമല്ലോ. ഇപ്പോഴത്തെ BJPയുടെ ദേശീയ തലത്തിലെ അവരുടെ ഒരു സ്ഥിതിവിശേഷം എന്താ? അവര് ഇലക്ഷന് മുമ്പ് 400 പ്രഖ്യാപനം നടത്തി, 303 കയ്യിലുണ്ടായിരുന്നു, ആകെ കിട്ടിയത് 240. അവര് പോലും ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ് അവരുടെ ഭരണം ഒന്ന് കേന്ദ്രത്തിൽ നിലനിർത്താനായിട്ട്. നമ്മൾ കണ്ടല്ലോ, ബജറ്റിൽ 26,000 കോടിയും 36,000 കോടിയും ഒക്കെ 2 സംസ്ഥാനങ്ങൾക്ക്, ആന്ധ്രാപ്രദേശിനും അതുപോലെ തന്നെ ബീഹാറിനും ഒക്കെ അനുവദിച്ചുകൊണ്ടാണ് അവരുടെ ബജറ്റ് പോലും ഒന്ന് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ആ രീതിയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാനയിലാണ്. ഇപ്പോ ഇന്ന് കാണുന്ന ഒരു ചിത്രം, BJPയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വരുമ്പോഴേക്കും പഴയ മന്ത്രിമാരും പഴയ MLAമാരും ഒക്കെ പുറത്തോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ ദില്ലിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിയാന. ആ ഹരിയാനയിൽ പോലും BJPയുടെ സ്ഥിതിവിശേഷം വളരെ
എന്താ പറഞ്ഞേ, പരിതാപകരം എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് വളരെ മോശകരമായ ഒരു സ്ഥിതിവിശേഷം. ഇപ്പോ ശരി. പുറത്തു വന്നിരിക്കുന്ന സർവേകളിൽ 2/3 ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരും ഞാൻ എന്ന ഒരു ഞാൻ ഘട്ടത്തിൽ സമ്മതിച്ചു. നിൽക്കുക. സേനാപതി അത് വാദത്തിന് അത് അംഗീകരിക്കാം, നമുക്ക് ആ ചർച്ചയിലേക്ക് വരികയും ചെയ്യാം. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര ഈ ചർച്ചയുടെ ഭാഗമായി ഈ രാഷ്ട്രീയം വിശദീകരിക്കുന്നു താങ്കൾ, അത് നല്ല കാര്യമാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് താങ്കൾ ഇത് പറയേണ്ടത് തന്നെയാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഞാൻ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. കാരണം UDF ചെയർമാനാണ്, അതുപോലെ പ്രതിപക്ഷ നേതാവാണ്. VD സതീശൻ എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇത്ര സ്മാർട്ടായിട്ട് ഈ രാഷ്ട്രീയം പറയാൻ തയ്യാറാകാതിരുന്നത്? അദ്ദേഹത്തിന് ഒരു ആശയക്കുഴപ്പമോ ആശങ്കയുണ്ടോ? ഒരു ആശയക്കുഴപ്പം. VD സതീശൻ ആ ചോദ്യത്തെ ചിലപ്പോൾ ഒരു തമാശയായിട്ടാണ് എടുത്തത്. കാരണം കേരളത്തിൽ ഒരാളും, ഞാൻ പറഞ്ഞല്ലോ, ഈ ചില ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ഇത് പുറത്തു വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഇത് ഒരു വാർത്ത തമാശയല്ലല്ലോ. ഇന്ത്യൻ എക്സ്പ്രസിൽ ഇതെങ്ങനെയാണ് വന്നതായോ തമാശയാവുക? ശ്രീ സേനാപതി നോക്കൂ, താങ്കൾ പറഞ്ഞു, മുമ്പും പറഞ്ഞു ഇതൊരു തമാശയാണെന്ന്. ഇപ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നു. നമ്മൾക്കറിയാം ആ കാലത്ത് ദീർഘമായി വാർത്തകളിൽ വന്നിരുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ പൊടുന്നനവെ നിങ്ങളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് എത്ര വലിയ ഓപ്പറേഷനാണ് അണിയറയിൽ നടന്നത്. നിങ്ങൾ പോലും അവസാന നിമിഷമാണ് അതറിഞ്ഞത്. നിങ്ങളുടെ ദേശീയ നേതൃത്വത്തിൽ പല ആളുകളും അത് ഒഴിവാക്കാൻ അവസാന ഘട്ടത്തിലൊക്കെ ഇടപെട്ടപ്പോൾ വളരെ വൈകിപ്പോയി. അത്രമേൽ അവർ അധിക്ഷേപിക്കപ്പെട്ടു. പാർട്ടി ലീഡർഷിപ്പിൽ നിന്ന് പറയുന്ന നിലയിൽ പരിഹാര ശ്രമം, സമവായ ശ്രമമൊക്കെ പാളിപ്പോയി. മാധ്യമങ്ങളിലൂടെയാണ് ഇത് പുറത്തു വന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ പരിഹസിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണെന്ന് പറയാം. പക്ഷേ നാളെ അത് യാഥാർത്ഥ്യമാകുന്നൊരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി പോകുമ്പോൾ ഇതേ അമ്പരപ്പ് എല്ലാവരിലും ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരിൽ. ഞാൻ പറഞ്ഞത്, പക്ഷേ അതെല്ലാം പുറത്തേക്ക് വരുന്നത് മാധ്യമങ്ങളിലൂടെയാണ് എന്നതുകൂടി പല ഘട്ടത്തിലും നമ്മുടെ മുമ്പിൽ അനുഭവമുണ്ട്. അതുകൊണ്ട് ഇന്ന് തമാശയായി തോന്നാം, പക്ഷേ നാളെ കാര്യമായാലോ? ആ ആശങ്ക പ്രതിപക്ഷ നേതാവിനുണ്ടോ സേനാപതി വേണു? ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് അങ്ങനെ തോന്നിയാൽ ആരെയും കുറ്റം പറയാൻ കഴിയില്ല. നേരത്തെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഈ വാർത്തയിൽ വന്നിരിക്കുന്ന ഒരു MP പോകുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാത്ത സ്ഥാനാർത്ഥി പോകട്ടെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച ആള് ഉദ്ദേശിച്ച സീറ്റ് കിട്ടാതെയൊക്കെ ആളുകൾ പോകുന്നു എന്നുള്ളത്, അതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തെ വാർത്തയാണ്. ഇവിടെ പറയുന്നത് എന്താ, ഒരു MP പോകുന്നു എന്നുള്ളതാണ്. വിലയുള്ള കാലത്ത് പോവുക എന്നാണ്. 2 മുസ്ലിം ലീഗ് വിലയോടെ പോവുക, നല്ല വിലയുണ്ടാകും എന്ന് വിചാരിക്കുന്നുണ്ടാവും. അതെങ്ങനെയാന്ന് വില? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി വേക്കൻസി ഇല്ല, അല്ലെങ്കിൽ ശരി നിങ്ങൾ വാ ഞങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്കൊരു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഏതായാലും രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ അതല്ല രാജ്യരക്ഷാ മന്ത്രിയോ അങ്ങനെ ഒന്നും വേക്കൻസി ഇല്ല. ഇപ്പൊ കേരളത്തിൽ നിന്ന് നമ്മളാരല്ലോ തീരുമാനിക്കുന്നത്. ആളെത്തിയാൽ വേക്കൻസി താനേ വരുമെന്നേ. ആളെത്തിയാൽ വേക്കൻസി ഒക്കെ താനേ വരും. രാഷ്ട്രീയത്തിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ MP, രാജ്യസഭയിലേക്കല്ല ഞാൻ പറഞ്ഞത്, ലോക്സഭയിലേക്ക് ജയിച്ചു പോയ MP-യുടെ വകുപ്പ് എന്താണെന്ന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരദിനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ആ മന്ത്രിക്ക് തന്നെ അറിയാവുന്ന പോലും സംശയമാണ്. അദ്ദേഹം 68-മതോ 71-മതോ ആയിട്ടന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. നമ്മളൊക്കെ കണ്ടതാണ്. കേരളത്തിൽ നിന്ന് ഒരാൾ സത്യപ്രതിജ്ഞ ചെയ്ത് കേന്ദ്രമന്ത്രിയാകുന്നത് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അവിടെ നേരിട്ട് ജയിച്ചു എന്ന ഒരാളുടെ സ്ഥിതിവിശേഷം അതാണ് എങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതായിട്ടുണ്ടോ? അപ്പൊ ഈ വാർത്തയെ ഞങ്ങൾ ഇതിനെ ഒരു ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഇത് ആരോ വാർത്തയ്ക്ക് വേണ്ടി പടച്ചുവിട്ടിയ ഒരു വാർത്ത. പിന്നെ ഇപ്പോ ഈ വാർത്ത കേരളത്തിൽ അതിലേക്ക് വരാം. സേനാപതി വരുന്നതും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാതെല്ലാം. ഞാൻ ശ്രീ അരുൺകുമാറിലേക്ക് ഈ ഒരു ഭാഗം. ഇവിടെ അരുൺ, കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കുള്ള പോക്ക് കേരളത്തിലും സാധ്യമാണ് എന്ന് തെളിയിച്ച മുൻ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ ആരാണ് ആ MP എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പക്ഷേ ആ MP ആരാണെന്ന് രാഷ്ട്രീയമായി മനസ്സിലാക്കുന്നവർക്ക് അത്യാവശ്യം ചില പേരുകളിലേക്കൊക്കെ പോകാൻ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം മത്സരിച്ച് ജയിച്ചു വന്നയാളാണ്. ആ ജയിച്ചയാൾ കൂടെ കൂടിയാൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്താൻ കഴിയുന്ന വിധം ദേശീയ നേതൃത്വത്തിന് തന്നെ ധാരണയോ താല്പര്യമുള്ള അല്ലെങ്കിൽ പേരുകാരിൽ ഒരാളാണ് എന്നൊക്കെയുണ്ട്. അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന വിധം ഒരു ദേശീയ മാധ്യമം ഒരു വാർത്ത ചെയ്യുമ്പോൾ VD സതീശനെ പോലെ ഒരു നേതാവ് അതിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിന് ഇപ്പോൾ സേനാപതി പറഞ്ഞ തരത്തിലേക്കുള്ള ഒരു പശ്ചാത്തലം യഥാർത്ഥത്തിൽ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ചിന്തിക്കാം. കാരണം ഇപ്പോൾ അത്ര മോശം കാലമല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ കാലമാണ്. ഇന്ന് കെ മുരളീധരനും പറഞ്ഞത് അങ്ങനെയാണ്. നിരാശയുടെ കാലത്ത് പോലും കേരളത്തിൽ നിന്ന് ആ നിലയിൽ ജനപ്രതിനിധികളായിട്ടുള്ളവർ പോയിട്ടില്ല. ഇപ്പോൾ പത്മജ പോയിട്ടുണ്ട്, അനിൽ ആൻ്റണി പോയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളപ്പോഴും ഇന്ന് കെ മുരളീധരൻ പറഞ്ഞൊരു പ്രതികരണമാണ്. ഇപ്പോൾ അത്യാവശ്യം പ്രത്യാശയുള്ള കാലമാണ്, നിരാശയുള്ള കാലത്ത് പോലും പോയിട്ടില്ല. അപ്പോൾ പ്രത്യാശയുള്ള കാലത്ത് പോകുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സേനാപതി വേണുവും ആ ആംഗിളാണ് പിടിച്ചിട്ടുള്ളത്. പക്ഷേ VD സതീശൻ നിശബ്ദത പാലിക്കുകയും ചെയ്തു. അരുൺ,
ജനങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമാണ്. കാരണം അടുത്ത കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനയും ഇടപെടലും എല്ലാം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ വി ഡി സതീശനോ കെ സുധാകരനോ ഒന്നും ഈ വിഷയത്തിൽ ആധികാരികമായിട്ട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടാണ് ശ്രീ ചാണ്ടി ഉമ്മൻ്റെ വാർത്ത കൂടി പുറത്തു വന്നത്. ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായും കോൺഗ്രസിന് ഉണ്ടായിരുന്ന 4 മുഖ്യമന്ത്രിമാർ, ഒന്ന് ആർ ശങ്കർ, അതിനുശേഷം കെ കരുണാകരൻ, അതുപോലെ തന്നെ എ കെ ആന്റണി, ഉമ്മൻചാണ്ടി. അതിൽ ആർ ശങ്കറിൻ്റെ മകൻ മോഹൻ ശങ്കറാണ് ഏറ്റവും ആദ്യം BJP-യിൽ പോയതും BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി മാറിയതും കൊടുങ്ങല്ലൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2006 മത്സരിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം നേരെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയി BJP-യുടെ സ്ഥാനാർത്ഥിയായി മാറി മത്സരിച്ചു, നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും അവസാനം കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ പോയി. ആ സമയത്ത് എല്ലാം പറഞ്ഞത് ഇനി പോകാനുള്ളത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾ കോൺഗ്രസിൽ നിന്ന് BJP-യിൽ പോയി എന്ന് സോഷ്യൽ മീഡിയ എല്ലാം ഗൗരവത്തോടെ ചർച്ച ചെയ്താണ്. ഇന്ന് ഏറ്റവും വിശ്വസ്തതയും കൂറും BJP ഗവൺമെൻറ്റിനോട് കാണിക്കുന്നവരെ മാത്രം അഭിഭാഷകരാക്കി നിശ്ചയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാനലിൽ ശ്രീ ചാണ്ടി ഉമ്മൻ അഡ്വക്കേറ്റ് MLA കൂടി വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ 4 മുഖ്യമന്ത്രിമാരുടെ മക്കളും BJP പാളയത്തിലാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത്. ഒരു നേതാവ് പോലും ഇതുവരെ ശ്രീ ചാണ്ടി ഉമ്മൻ MLA-യുടെ RSS-ൻ്റെയും BJP-യുടെയും അഭിഭാഷക പാനലിൽ ഉൾപ്പെട്ടതിനെക്കുറിച്ച് ഒരു പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സാധാരണ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കുന്നതാണ് നാം കാണാറ്. അഡ്വക്കേറ്റ് കൂടിയാണല്ലോ സേനാപതി രാജു, നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹവും അഭിഭാഷകനാണ്. എങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, അറിയപ്പെടുന്ന നേതാവിൻ്റെ മകൻ, സേനാപതി വേണു, അറിയപ്പെടുന്ന നേതാവിൻ്റെ മകൻ, അതുപോലെ തന്നെ ഒരു MLA, ആ MLA BJP-യുടെയും RSS-ൻ്റെയും അഭിഭാഷക പാനലിൽ വന്നിരിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായമെങ്കിലും ഇന്ന് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു MP, നിലവിലെ MP, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് BJP-യിലേക്ക് എത്തുമെന്ന് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ശരിക്കും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ ആ വിഷയത്തിൽ ആധികാരികമായിട്ട് പ്രതികരിക്കണ്ടേ? എന്താണ് പ്രതികരിക്കാൻ മടി? ആരാണ് ഈ 18 പേരിൽ ഞാനാണോ നീയാണോ എന്ന് പരസ്പരം സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതുകൊണ്ടാണ് KPCC പ്രസിഡന്റ് അദ്ദേഹവും MP-യാണ്, അദ്ദേഹവും പ്രതികരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവും ആ വിഷയത്തിൽ പ്രതികരിക്കുന്ന സാഹചര്യമില്ല. നമുക്കറിയാം, അടുത്ത കാലത്ത് നിരവധി നേതാക്കന്മാരുടെ ഒരു ഘോഷയാത്ര രാജ്യത്താകമാനം നമ്മൾ കണ്ടതാണ്. അന്ന് മോശം കാലമായിരുന്നു, ഇന്ന് നല്ല കാലമാണ്, അതുകൊണ്ട് പോകുന്നില്ല എന്നല്ലല്ലോ, എല്ലാ കാലത്തും പോയിട്ടുണ്ട്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് BJP-ആയി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ കോൺഗ്രസ് സമം BJP എന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതും നാം കാണുകയാണ്. അതുകൊണ്ട് ഈ കേരളത്തിൽ നിസാര കാര്യങ്ങൾ പറഞ്ഞ് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 2 ദിവസം മുമ്പ് പറഞ്ഞൊരു അഭിപ്രായമുണ്ടല്ലോ, ഏറ്റവും വലിയ RSS-കാരനായി ജനാധിപത്യത്തിനെതിരെ, ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ഗവർണർ ഈ കേരളത്തിൽ തുടരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ, ആ ഞങ്ങൾ കോൺഗ്രസ് മൊത്തം ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഭരണഘടനാ വിരുദ്ധനായി ഒരു ഗവർണർ കേരളത്തിൽ തുടരണം എന്ന് തന്നെയാണ്. അത് കോൺഗ്രസിൻ്റെ അഭിപ്രായമായി തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തിയത്. ഇന്നലെ എറണാകുളത്ത് നടന്ന ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് RSS നടത്തിയ വലിയ ചടങ്ങ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തിയത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. അപ്പോൾ RSS-ൻ്റെ പരിപാടിയിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത നിരവധി ചരിത്രമുള്ള നേതാക്കന്മാർ ഇപ്പോൾ പരസ്യമായി പോകുന്നു. ഇന്ന് V മുരളീധരൻ പറഞ്ഞല്ലോ, എല്ലാ ഘട്ടത്തിലും RSS-ൻ്റെ പരിപാടിയോട് സഹകരിച്ച് ഗോൾവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയ ആള് ഇപ്പം എന്താ ഇത്ര പ്രതികരിക്കാൻ മൗനം കാണിക്കുന്നത് എന്ന് പരസ്യമായി ശ്രീ V മുരളീധരൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെങ്കിലും ഒരു മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായോ? വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാവ് ബാബു നേരത്തെ പറഞ്ഞു, എല്ലാ തെരഞ്ഞെടുപ്പിനും പറവൂര്, ആ തെരഞ്ഞെടുപ്പിൻ്റെ ആഴ്ചകൾ മുമ്പ് RSS-ൻ്റെ കാര്യാലയങ്ങൾ നിരങ്ങി ഞങ്ങളുടെ വോട്ട് ഉറപ്പുവരുത്തിയിട്ടാണ് ആ പറവൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചത് എന്ന് തെളിവ് സഹിതം പുറത്തുവിടുന്ന സാഹചര്യവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് BJP-യിലേക്ക് പോകുന്നത് ആരാണ് എന്ന് കോൺഗ്രസിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിലും ആരൊക്കെയോ പോകാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇനി ഇടതുപക്ഷത്തിൻ്റെ ഭരണ തുടർച്ച വീണ്ടും ഉണ്ടാകും. വിവിധ രംഗങ്ങളിൽ വികസന നേട്ടങ്ങളുമായി ഈ ഗവൺമെന്റ് കുതിക്കുമ്പോൾ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ്
കോൺഗ്രസ് പയ്യെ BJP ആയി മാറാനും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ആ പേരുകൾ പുറത്തു വരും, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. കോൺഗ്രസ് പാളയത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളെല്ലാം ഉടലെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക, ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ ഏതായാലും ശശി തരൂർ മുതൽ ഞാനൊരു അറ്റം പിടിച്ചതാണ്, തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ വരെയുള്ള കോൺഗ്രസ് MP-മാർ സംശയത്തിൻ്റെ നിഴലിൽ ആരാണ്? ഇതിലാരാണ് ആ കോൺഗ്രസ് MP എന്നൊരു ചോദ്യം ഉണ്ട്. സ്വാഭാവികമായും ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ പറയുന്നു BJPക്കെതിരായ ഒരു പോരാട്ടത്തിൻ്റെ ഒരു നല്ല പ്രത്യാശയുടെ കാലമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരമൊരു വാർത്ത, വളരെ ഗുരുതരമായൊരു വാർത്ത, ഒരു രാഷ്ട്രീയ അസ്തിത്വം ഒരു പാർട്ടിയുടേത് ചോദ്യം ചെയ്യും വിധത്തിൽ ദേശീയ തലത്തിൽ നിന്ന് വന്നാൽ സ്വാഭാവികമായും ദേശീയ തലത്തിൽ തന്നെ അത് നിഷേധിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് KC വേണുഗോപാലും MP-ആണ്, അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. തിരിച്ച് കേരളത്തിലേക്ക് വന്നാൽ KPCC അധ്യക്ഷൻ K. സുധാകരൻ, അദ്ദേഹവും ഇതുപോലെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ പലപ്പോഴും ഇത്തരം സംഘ് പരിവാർ അനുകൂല പരാമർശങ്ങളിലൂടെ നിൽക്കുന്നയാളാണ്. മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹത്തിനും മുമ്പ് പറഞ്ഞതുപോലെ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുൻപിൽ നിന്ന് സംഘ് പരിവാർ പരിപാടിയിൽ വിളക്ക് കൊളുത്തിയ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ആക്ഷേപവും നേരിടുന്ന മുൻപ് നടന്നൊരു പരിപാടിയിലടക്കം ഇങ്ങനത്തേക്കൊരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇതേക്കുറിച്ച് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട നേതൃത്വം അതിന് തയ്യാറാകാതിരിക്കുന്നതും സംശയം വർദ്ധിപ്പിക്കുന്ന കാര്യമാണോ? ഞാൻ ശ്രീ അനിൽകുമാർ, CPIM-ൻ്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അനിൽകുമാറിൻ്റെ ഒരു FB പോസ്റ്റ് ഇന്ന് വന്നത് കൂടി കാണുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വയനാടിനൊപ്പം ഉപതെരഞ്ഞെടുപ്പോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം, തിരുവനന്തപുരം ജില്ലയിൽ വയനാടിനൊപ്പം ഉപതെരഞ്ഞെടുപ്പോ എന്നാണ് ഈ വാർത്തയ്ക്കപ്പുറത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുമാനം നീങ്ങുന്നത്. ആരാണ് ആ MP? ശ്രീ ജയചന്ദ്രൻ, താങ്കളുടെ അഭിപ്രായത്തിലേക്ക് വാർത്തയുമായി ബന്ധപ്പെട്ട്. സാധാരണഗതിയിൽ ഇത്തരമൊരു വാർത്ത ഒരു കാരണവശാലും വരാൻ പാടില്ലാത്തതാണ് ഈ ഘട്ടത്തിൽ. കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളിലേ ആയുള്ളൂ. ജൂൺ 4-നാണല്ലോ റിസൾട്ട് വന്നത്. അതിനുശേഷം ഇതിപ്പോൾ സെപ്റ്റംബർ ആയതേ ഉള്ളൂ. അതിനകം ഇത്തരത്തിലുള്ള വാർത്ത വരുമ്പോൾ അത്ര കണ്ട് കടുത്ത ഇച്ഛാഭംഗമുള്ള ഒരു MP കോൺഗ്രസ് ക്യാമ്പിൽ കേരളത്തിലുണ്ട് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ ഡൽഹിയിൽ നിന്ന് ആ വാർത്ത വരാനിടയാക്കിയ സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത്ര കടുത്ത ഇച്ഛാഭംഗമുള്ള, മോഹഭംഗമുള്ള, നിരാശനായിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള MP, അതാണല്ലോ ആ വാർത്തയിൽ പറയുന്നത്, മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള MP. അതാരാണ് എന്നുള്ളതാണ് സ്വാഭാവികമായി അന്വേഷിക്കേണ്ടി വരിക. അത് തെക്കേ അറ്റത്തു നിന്നാണോ, വടക്കേ അറ്റത്തു നിന്നാണോ, തിരുവിതാംകൂറിൽ നിന്നാണോ, എവിടെ നിന്നുമാകാം, ആ നിലയുമുണ്ട്. അപ്പോൾ മറ്റൊരു രൂപത്തിൽ, മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ സേഫാണ് ഈ പാർലമെൻറ്റ് രംഗത്ത് കേരളത്തിൽ. പ്രത്യേകിച്ച് ഇത്രയും 18 MP-മാരുണ്ട്. ദേശീയ തലത്തിലാണെങ്കിൽ അവരുടെ അംഗസംഖ്യ ഒട്ടും മോശമല്ല. അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്ത് നിൽക്കുന്നു എന്ന് സ്വയം വിലയിരുത്തുകയും മറ്റുള്ളവരെ കണ്ടങ്ങനെ പറയിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു ഡീല് നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം? ആ കാരണം പിന്നെ കേരളത്തിലെ കോൺഗ്രസിലും ദേശീയ തലത്തിലെ കോൺഗ്രസിലും പ്രാമാണ്യം നഷ്ടപ്പെട്ട ഏതോ ഒരു പിന്നെ സീനിയർ MP ഉണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. അപ്പോൾ അനിൽകുമാറിൻ്റെ FB പോസ്റ്റ് താങ്കൾ സൂചിപ്പിച്ചല്ലോ, ശരത്ത് പറഞ്ഞല്ലോ. അപ്പോൾ അതിലും ആ പരാമർശത്തിൻ്റെ ഒരു ഭംഗിതര സൂചന വരുന്നുണ്ട്. അതൊക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ ഇച്ഛാഭംഗം, മോഹഭംഗം ഏത് നിലയ്ക്കും വരാം. ഇനി പിന്നെ വേഗം ഒരു ഇന്നിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊരു മാർഗ്ഗമാണ്, ഒരു വഴിയാണ് എന്ന നിലയ്ക്ക് ആരാണ് തിരഞ്ഞെടുക്കുക? ഇപ്പോൾ KPCC പ്രസിഡന്റിനെ പോലും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. എനിക്കിഷ്ടമുള്ളവർ BJP-യിൽ ഞാൻ പോകും, അതിനെന്താ എന്ന് ചോദിച്ച KPCC പ്രസിഡൻ്റാണ് ഇപ്പോൾ ഇവിടെ കണ്ണൂർ MP ആയി ജയിച്ച് നിൽക്കുന്നത്. പിന്നെ ശശി തരൂരിൻ്റെ പേര് പല ഘട്ടത്തിലും അദ്ദേഹത്തിന് ഒരു ചായ്വ് അങ്ങോട്ടുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വരുമായിരുന്നു. വരുന്ന ഉടനെ തന്നെ അദ്ദേഹം പെട്ടെന്ന് BJP വിരുദ്ധനാവുകയും BJP-യെ തീവ്രമായിട്ട് എതിർക്കുകയും ഹിന്ദു ഫാസിസത്തിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ലൈംലൈറ്റിൽ കൊണ്ടുവരികയും ചെയ്യുന്ന രീതി പതിവായിട്ട് അനുവർത്തിച്ച് പോരുന്നുമുണ്ട്. അതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്. ഏതായാലും സേനാപതി വേണു പറഞ്ഞു തുടങ്ങിയത് ഇപ്പോഴീ വാർത്ത വരാനുള്ള കാരണം മറ്റു ചിലതൊക്കെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊളുത്താൻ ശ്രമിച്ചത് കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയത്തിലേക്കാണെന്ന് വിചാരിക്കുന്നു. ഏതായാലും അദ്ദേഹം അത് പറയുമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ള സ്ഥലത്തെ ആ വിഷയത്തിലായിരുന്നു. പക്ഷേ നമ്മൾ ചർച്ച തുടങ്ങുന്ന ഈ വിഷയത്തിലുമാണ്.
ഏതായാലും ചാണ്ടി ഉമ്മൻ ഇന്ന് വ്യക്തമാക്കിയത് നേരത്തെയുള്ള പാനലിൽ താൻ ഉൾപ്പെട്ടിരുന്നു, അതുകൊണ്ട് അത് അതേപോലെ പുതുക്കി എടുത്തപ്പോൾ അശ്രദ്ധയിൽ പറ്റിയതായിരിക്കാം എന്നാണ് ചാണ്ടി ഉമ്മൻ വളരെ ഗംഭീരമായ വിശദീകരണമാണത്. അത് വളരെ ഗംഭീരമായ വിശദീകരണമാണല്ലോ ശ്രീ ജയചന്ദ്രൻ, അത് വളരെ ഗംഭീരമായ ഒരു വിശദീകരണമാണല്ലോ. അതിലൊരു അന്തർധാരയും കാണാത്ത, അതിൽ വളരെ സ്വാഭാവികത കാണാൻ കഴിയുന്ന കുറേ ആളുകളെങ്കിലും കേരളത്തിലുണ്ടാകും. പക്ഷേ ഈ സമീപകാലത്ത് ഇപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസ്, ഇപ്പം നേരത്തെ അരുൺകുമാർ അത് സൂചിപ്പിച്ചു, അതായത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയ്ക്കും അപ്പുറത്തേക്കുള്ളൊരു തലത്തിലേക്ക് വൈകുന്നേരം വന്ന ഈ വാർത്ത പോവുകയാണ്. മോദി സർക്കാരിന് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ തന്നെ പറയുന്നത് വെച്ച് തുടർച്ചയായി വരുന്നു എന്ന് വെച്ചാൽ തന്നെയും അതിനകത്ത് അപകടകരമായിട്ടുള്ളൊരു തെറ്റായ രാഷ്ട്രീയ സന്ദേശമുണ്ട്. അദ്ദേഹം MLA ആണ്, ഉമ്മൻചാണ്ടിയുടെ മകനാണ്. എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ഈ പാനലിൽ വെക്കുന്നത്? അരുൺ ചോദിച്ച ചോദ്യങ്ങൾ ഒരുപാട് കോൺഗ്രസ് നേതൃത്വത്തിന് നേരെയുണ്ട്. വളരെ ഗൗരവമായൊരു സാഹചര്യമുണ്ട്. പക്ഷേ അത് പ്രശ്നമേ അല്ലാത്ത വിധം അതിനെ വളരെ സ്വാഭാവികമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആനുകൂല്യം പേറുന്നു എന്നതിൻ്റെ മികവ് ഇവരൊക്കെ അനുഭവിക്കുന്നുണ്ടോ കേരളത്തിൽ? ശ്രീ ജയചന്ദ്രൻ ചുരുക്കി. അതുണ്ട്, എന്താണെന്നറിയാം, നിസ്സംശയമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണല്ലോ കേരള പൊളിറ്റിക്സിലേക്ക് MLA ആയിട്ട് ചാണ്ടി ഉമ്മൻ്റെ കടന്നുവരവ്. അപ്പോൾ ഈ പാനലിൽ നേരത്തെ താൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നും അത് സ്വാഭാവികമായി പിന്നെ വീണ്ടും വന്നതാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഈ പാനലിൽ ചാണ്ടി ഉമ്മൻ ഉണ്ട് എന്ന് തന്നെയാണോ അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നൊരു അർത്ഥം കൂടെ അതിൻ്റെ അത് വരുന്നുണ്ട്. ഞാനതിലേക്ക് വരാം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. ചാണ്ടി ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കെ തന്നെ അങ്ങനെ ഒരു ബന്ധം, അങ്ങനെ ഒരു ഇടപാട് നടന്നിരുന്നുവെങ്കിൽ എന്താണ് അന്തർധാരയ്ക്ക് വലിയ മാനങ്ങൾ നൽകാൻ ശ്രമിക്കുന്ന മാധ്യമ ഭാഷ്യം ചമയ്ക്കുന്നൊരു കാലത്ത് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു അന്തർധാരയുടെ ലക്ഷണം ഇതിനകത്തില്ലേ? മാത്രമല്ല, അദ്ദേഹം ഇന്ന് കോൺഗ്രസിൻ്റെ MLA ആണ്. കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ മകനെന്ന നിലയിൽ പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ചിട്ട് ഇപ്പോൾ കൃത്യം 1 വർഷം പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അത് 1 വർഷം പൂർത്തിയാക്കിയത്. ആ MLA ആയിരിക്കുന്ന രാഷ്ട്രീയ നേതാവായ, കോൺഗ്രസ് നേതാവായ ചാണ്ടി ഉമ്മൻ, സൺ ഓഫ് ഉമ്മൻചാണ്ടി, മോദി സർക്കാരിൻ്റെ അഭിഭാഷകനായി വരണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധം അത് അംഗീകരിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ത്, അന്തർധാര എന്ത്? വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇന്നത്തെ VD സതീശൻ്റെ മൗനം, കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ഈ ഒരു MP തങ്ങളെ വിട്ട് BJPയിലേക്ക് പോകാൻ നിൽക്കുന്നു എന്ന നിലയിൽ ഗൗരവമായ വാർത്ത വന്നിട്ടും ആ പാർട്ടി ലീഡർഷിപ്പ് പ്രതികരിച്ചിട്ടേയില്ല, നിഷേധിച്ചിട്ടില്ല, ശക്തമായ മറുപടിയും വിശദീകരണവും നൽകിയിട്ടില്ല. തങ്ങളുടെ MPമാർ തങ്ങൾക്കൊപ്പം അടിയുറച്ചു നിൽക്കും എന്ന് പറയാൻ ആ പാർട്ടിയുടെ 2 നേതൃത്വവും തയ്യാറായിട്ടില്ല. അവിടെ മുമ്പ് ചർച്ചയിൽ വന്നതുപോലെ 2 ആളുകളുടെ പ്രതികരണങ്ങൾ, ഒന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബു മുമ്പ് പറഞ്ഞത്, അതുപോലെ KPCC പ്രസിഡന്റായ K സുധാകരൻ മുമ്പ് പറഞ്ഞത് നമ്മൾക്കൊന്ന് കണ്ടുകൊണ്ട് ഞാൻ സേനാപതിയിലേക്ക് വരാം. 2000 മുതൽ എറണാകുളം ജില്ലയുടെയും തൃശൂർ ജില്ലയുടെയും RSSന്റെ ചുമതല നോക്കിയിരുന്ന ഒരാളാണ് ഞാൻ. പറവൂര് ഞാൻ ചുമതല നോക്കിയിരുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പറവൂരിൽ എന്ത് നടന്നാലും എറണാകുളം ജില്ലയിലും തൃശൂർ ജില്ലയിലും RSSുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഏകദേശം എന്റെ അറിവിലൂടെ കടന്നുപോകുന്ന കാര്യമാണ്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞ 1-2 കാര്യമുണ്ട്. ഇപ്പോഴും ആവർത്തിക്കുന്നു. സതീശൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി 2 വട്ടം 2001ലും 2006ലും RSSന്റെ സഹായം തേടി രഹസ്യമായി RSS നേതാവിനെ സന്ദർശിച്ചിട്ടുണ്ട്, തേടിയിട്ടുണ്ട്. എന്റെ അടുത്ത് പല ദൂതന്മാരും വന്നിരുന്നു, സംസാരിച്ചു എന്നുള്ളത് സത്യമാണ്. എനിക്ക് ആദ്യം BJPയുടെ ഒരു നേതാവ്, നമ്മുടെ ഈ സംസ്ഥാന ഇവിടെ ചാർജുള്ള ചെന്നൈയിലെ രാജ രാജ, അദ്ദേഹം കാണാൻ വേണ്ടി താല്പര്യമുണ്ട്, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അമിത്ഷായെ കാണാൻ താല്പര്യമുണ്ടോ ചോദിച്ചിട്ട് എന്നോട് കണ്ണൂരിൽ തന്നെയുള്ള ഒരു BJP നേതാവ് എന്നെ ബന്ധപ്പെട്ടിരുന്നു. എനിക്ക് BJPയെ യോജിച്ചു പോകാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. അത് തർക്കം അതിന് ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അത് എന്റെ വിഷനാണ്, എന്റെ കാഴ്ചപ്പാടാണ്. റൈറ്റ്. സേനാപതി, ഇങ്ങനെ മനോഭാവവും മാനസികാവസ്ഥയുമുള്ള ആളുകൾ, RV ബാബു ഒക്കെ വെളിപ്പെടുത്തിയത് മുമ്പും വലിയ ചർച്ചയായിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണോ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ശക്തിയുക്തം ഇതിനെതിരായ ഒരു നിലപാട് കേരളത്തിൽ പറയാൻ വിമുഖത കാട്ടുന്നത്? അതുപോലെ തന്നെ വളരെ ഗൗരവമായ വാർത്തയാണ് ചാണ്ടി ഉമ്മൻ MLA മോദി സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ. എന്ത് രാഷ്ട്രീയ വിശദീകരണമാണ് ഈ ചർച്ചയിൽ താങ്കൾക്ക് നൽകാനാവുക? അല്ല, ഞാൻ എനിക്ക് ഈ RV ബാബു നിങ്ങൾ കാണിച്ചത്, എനിക്ക് ഒരു RV ബാബു ചർച്ചയിലില്ല. ഞാൻ അദ്ദേഹത്തോട് വിനീതമായിട്ട് ചോദിക്കുന്നത്, RSSന്റെ ഒരു ആശയവുമായിട്ട് നടക്കുന്ന നിങ്ങളെ ഇപ്പോൾ വോട്ടിന് വേണ്ടി ഒരാൾ സമീപിച്ചു,
എന്ന് വിചാരിക്കാം. അപ്പൊ വോട്ട് മനുഷ്യർ ചെയ്യുന്നതാണല്ലോ, കാരണം മനുഷ്യർക്കാണല്ലോ വോട്ടുള്ളൂ. നിങ്ങളുടെ ആശയം എന്തുമാകട്ടെ, RSSന്റെ ആശയത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ VD സതീശൻ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ താൻ എന്താ RSS ആണോ, പിന്നെ തന്റെ RSS എന്താ? എന്നിട്ട് പരസ്യമായിട്ട് TV കാരനോട് പറയുക സതീശൻ 2 വട്ടം. ഇപ്പോ എന്റെ വീട്ടിൽ എന്റെ ഇല്ലേ നമുക്ക് ബന്ധപ്പെട്ട ഒരാള് എന്താ പറഞ്ഞേ, അയൽവക്കത്തെ വീട്ടിലെ ചേട്ടൻ എന്നോട് കണ്ണ് കാണിക്കുന്നു കാല് കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചെവിക്കുറ്റിക്ക് അടി കൊടുക്കുക. അതാണ് സാമാന്യ സാധ്യമല്ലെന്നേ. കാരണം ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. കോലീബി ഇതേ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതല്ലേ. കോലീബി വളരെ സ്പഷ്ടമായ കോലീബി സഖ്യമുണ്ടായത് ഇതേ കേരളത്തിലാണ്. അതിന്റെ തുടർച്ചയാണിത്. അല്ല, ഞാൻ പറഞ്ഞത് RV ബാബു എന്ന് RSSന്റെ നേതാവ് പൊളിറ്റിക്കൽ അന്തസ്സുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കെന്താ, എന്നെ കോൺഗ്രസ്സുകാരൻ സമീപിച്ചു, ഞാനൊരു ചെരുപ്പ് ഊരിയിട്ട് അവന്റെ അടി കൊടുക്കാത്തത് എന്റെ മര്യാദ കൊണ്ടാ, അല്ലാതെ അവൻ വോട്ട് ചെയ്യുമെന്ന് പറയുന്നതാണോ? പിന്നെ ഇവൻ എന്താ RSS, ഇവന്റെ ആശയം എന്താ? ഇനി അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അപ്പോഴും എനിക്ക് തോന്നിയ ഞാൻ BJP പോകുമെന്ന് പറയുന്നത് ഏത് കോൺഗ്രസ് രാഷ്ട്രീയത്തെയാണ് പൂർണ്ണാർത്ഥത്തിൽ സുധാകരൻ ഉൾക്കൊള്ളുന്നതെന്നുള്ള സംശയം എല്ലാവരിലും വരും. ഈ പറഞ്ഞ RV ബാബുവിനോട് പറഞ്ഞ അതേ ഭാഷ K സുധാകരനോട് സേനാപതി പറയുമോ? വളരെ സ്പഷ്ടമല്ലേ. എനിക്ക് RSSന്റെ ആശയങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ല. RSSന്റെ ആശയങ്ങളോട് യോജിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു. അതല്ലേ വളരെ സേനാപതി. അതിന്റെ അടുത്ത ഭാഗമാണ് അപകടകരം. എനിക്ക് പോകണമെന്ന് തോന്നിയാൽ, അങ്ങനെ BJPയിലേക്ക് പോകാൻ കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നുന്ന ഒരു കാലത്തിലൂടെ പോകുമ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ നാളെ പോകും എന്ന് പറയുന്നത് ഒരു കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് ചേർന്ന ഭാഷയല്ല. സംശയം എന്താണ്? എനിക്കൊരു കാലത്തും ആ വർഗീയ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാൻ കഴിയില്ല എന്നല്ലേ അദ്ദേഹം പറയേണ്ടത്. അതല്ല അദ്ദേഹം പറഞ്ഞത്. ഒരു സ്പേസ് ഇട്ട് വെച്ചു എപ്പോൾ വേണമെങ്കിലും അതൊക്കെ ശരത്തെ നമുക്ക് വരികൾക്കിടയിലൂടെ വായിക്കാനും ചർച്ചകളിൽ പറയാനുമായിട്ട് ഇവിടെ CPM പാർട്ടിയുടെ ഇടതുമുന്നണിയെ നയിക്കുന്ന ഇടതുമുന്നണിയുടെ കൺവീനർ എന്തുകൊണ്ടാ പാർട്ടിയിൽ എന്താ അദ്ദേഹത്തെ ഇപ്പോ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള കാരണം? ഇന്ന് ചടയൻ ഗോവിന്ദിന്റെ ഓർമ്മ ദിനമായിരുന്നു, അദ്ദേഹത്തിന്റെ സ്മരണ ദിനമായിരുന്നു. എന്റെ ആ പരിപാടിയിൽ പോലും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും എന്താ പറയുക ഇടതുപക്ഷ ഏകോപന സമിതിയുടെ കൺവീനറുമായിരുന്നു CP ജയരാജൻ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഇന്നത്തെ EP നാളത്തെ BJP എന്ന നിലയിലേക്ക് നിൽക്കുക. ഇപ്പോ അങ്ങനെ ഒരു ഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എത്തി നിൽക്കുമ്പോൾ, എന്നാൽ പണ്ട് വടക്കേ ഇന്ത്യയിൽ ഒരു പഴമൊഴി ഉണ്ടല്ലോ, ഹം സബ് ചോർ ഹെ, എല്ലാവരും കള്ളന്മാരാണ്. ആ നിലയിലേക്ക് ഇപ്പോ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള ആരൊക്കെയാണ് ഈ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഈ RSSന്റെയും കണക്ഷൻ കട്ടാവുന്നതിന് മുമ്പ് റീകണക്ട് ചെയ്യാം. ചാണ്ടി ഉമ്മനെ മറന്നുപോയോ? അല്ല, ഒരു കാര്യം കൂടെ, ഞാൻ ഈ കാര്യം ചാണ്ടി ഉമ്മനുമായിട്ട് ഞാൻ സംസാരിച്ചില്ല. ഇപ്പോ ഇന്ന് TV-യിൽ വാർത്ത വരുമ്പോഴാണ് ചാണ്ടി ഉമ്മൻ ഇങ്ങനെ. അപ്പം ലഭ്യമായ വിവരം അനുസരിച്ച് നിങ്ങൾ പറഞ്ഞത് ദേശീയപാത അതോറിറ്റിയുടെ പാനലിൽ അദ്ദേഹം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നാളെ കൃത്യമായിട്ടും നിങ്ങൾ ചാനലിൽ വിളിച്ചാൽ ഞാൻ ചാണ്ടി ഉമ്മനുമായി ചോദിച്ചതിന് ശേഷം, കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ദേശീയപാത അതോറിറ്റിയുടെ പാനലിൽ അദ്ദേഹം വന്നിരിക്കുന്നുവെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ അപേക്ഷ കൊടുത്തായിരിക്കാം, മെറിറ്റിലായിരിക്കാം. ഏതായാലും അത് BJPയുടെ ഒരു പാനലോ അല്ലെങ്കിൽ RSSന്റെ പാനലോ ആയിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിവില്ല. ആ കാര്യം എനിക്ക് ഇപ്പോൾ അറിവില്ലാത്തത് കൊണ്ട് അറിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അതിൻ്റെ ഒരു എന്ത് കാരണത്താൽ അല്ലെങ്കിൽ ഏത് വഴിയിലൂടെ അദ്ദേഹം ദേശീയപാതയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അഭിഭാഷകരുടെ പാനലിൽ ഞാൻ താങ്കളിലേക്ക് വരാം. സേനാപതി, തീർച്ചയായും അത് അതിന്റെ സാങ്കേതിക വാദമാണ്, മറുപടിയാണ്. താങ്കൾ തിരിച്ച് ഈ ചർച്ചയിലേക്ക് വരുമല്ലോ. പക്ഷേ ഇതിൻ്റെ രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി താങ്കൾ പറയണം. അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടതുകൂടിയാണ്. ശ്രീ അരുൺകുമാർ നേരത്തെ അത് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. അരുൺ, ഈ കാര്യങ്ങളിലേക്ക് നേരത്തെ സേനാപതിയുടെ മറുപടി താങ്കളുടെ മുമ്പിലുണ്ട്. CPM-നെ അടക്കം വിമർശിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ EP-യുടെ പേരടക്കം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ MP ആരാണ് ആ MP എന്ന ചോദ്യത്തിൽ ആ ഗൗരവമായ പ്രശ്നത്തോട് കോൺഗ്രസ് സമീപിച്ച രീതി, ചാണ്ടി ഉമ്മൻ്റെ ഈ നിയമനം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക മികവിന് കൊടുക്കുന്ന ഒരു ആദരവായിട്ടോ അല്ലെങ്കിൽ അതിനുള്ള അംഗീകാരമായിട്ടോ കണ്ണടയ്ക്കാവുന്നതാണോ? ഒരു അഭിഭാഷകൻ എന്ന രൂപത്തിൽ അദ്ദേഹം ഏതെങ്കിലും കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല. കഴിഞ്ഞ ഒരു 10-20 കൊല്ലമായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇതുവരെ ഹൈക്കോടതിയിൽ ഒരു അഭിഭാഷക കോട്ടിട്ട് ശ്രീ ചാണ്ടി ഉമ്മനെ കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല. പക്ഷേ അതല്ലല്ലോ വിഷയം. കോൺഗ്രസിൻ്റെ ഒരു MLA, തലമുതിർന്ന നേതാവിൻ്റെ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന ആളുടെ മകൻ
അദ്ദേഹം ഒരു MLA ആയി ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ RSS BJP ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടക്കം ഉള്ള പാനലുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഇടം പിടിക്കുന്നു എന്നതാണ്. ഇപ്പോൾ റെയിൽവേ ആയാലും മറ്റു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായാലും ദേശീയപാത അതോറിറ്റി ആയാലും ഇവയെല്ലാം അതിലേക്ക് അഭിഭാഷകരെ നിശ്ചയിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം നഷ്ടപ്പെടുന്ന വ്യക്തികളടക്കം ദേശീയപാത അതോറിറ്റിക്ക് എതിരെ കേസ് കൊടുക്കുമ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണ്. ആ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കേണ്ട അഭിഭാഷകൻ കോൺഗ്രസിൻ്റെ MLA ആകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം അങ്ങനെ അഭിഭാഷക വൃത്തി കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നും അല്ലല്ലോ ശ്രീ ചാണ്ടി ഉമ്മൻ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടൊരു കൃത്യമായിട്ടൊരു ഉറപ്പ് വേണ്ടതിൽ അപ്പോൾ BJPയുടെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ താല്പര്യം എങ്ങനെ ചാണ്ടി ഉമ്മന് സംരക്ഷിക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയുമോ എന്നതാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ തന്നെ അതിലുള്ളതാണ്, അതുകൊണ്ട് അത് ആ ലിസ്റ്റ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണെന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നേരത്തെ ഉള്ളതാണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം MLA ആകുന്നതിന് മുമ്പും മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. ആ സമയത്തും BJP ഗവൺമെൻറ്റിൻ്റെ താല്പര്യമാണ് അദ്ദേഹം സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തിലടക്കം ആ BJPയുടെ താല്പര്യവും BJPയുമായിട്ടുള്ള ബന്ധത്തെ വരെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിരുന്നിരിക്കണം. അപ്പോൾ ഇത് കൂടുതൽ പരിശോധിക്കേണ്ടതാണ്. കാരണം നമുക്ക് ഇത് പരിശോധിച്ചാലാണ് കൃത്യമായിട്ട് അറിയാൻ കഴിയുക. അതുകൊണ്ട് ഇതേ കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് അടക്കം, എല്ലാത്തിനും അഭിപ്രായം പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരടക്കം ഈ വിഷയത്തിൽ കൃത്യമായി അഭിപ്രായം പറയണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, 4 മുഖ്യമന്ത്രിമാരാണ് കേരളത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. ആ 4 പേരിൽ 3 പേർ പരസ്യമായി BJP ആയി പോയി. അതിൽ ഒരാൾ പരസ്യമായി പോകാത്തയാൾ എന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് അഭിമാനം കൊണ്ടയാളും ഇപ്പോൾ മറ്റൊരു തരത്തിൽ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളോട് നിങ്ങൾ മറുപടി പറയണം. അതിന് നിങ്ങൾ CPMനെ ആക്രമിച്ചത് കൊണ്ടോ പരസ്പരം വിരുദ്ധമായിട്ടുള്ള മറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടോ കാര്യമില്ല. കൃത്യമായിട്ട് തന്നെ ആ ബന്ധം, ആ റിലേഷൻ വ്യക്തമായിട്ടുണ്ട്. മറ്റൊന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അപ്പോൾ ഗവർണറെ അടക്കം കേരളത്തിൽ സംരക്ഷിപ്പിച്ച് നിർത്താൻ, അതേപോലെ തന്നെ ഗണേശോത്സവം അടക്കമുള്ള ചടങ്ങുകളിൽ വരും പ്രതിപക്ഷ നേതാവ് അതിഥിയായി എത്തുന്നു. RSSന്റെ പരിപാടികളിൽ പോകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. നിരവധി RSS നേതാക്കന്മാർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിച്ചത് ആരാണ്? കുമ്മനം രാജശേഖരനും പ്രവീൺ തൊഗാഡിയയ്ക്കും എതിരായിട്ടുള്ള കേസുകൾ പിൻവലിച്ചപ്പോൾ ആരായിരുന്നു ഗവൺമെൻറ്? അതുപോലെ നിരവധി RSS ക്രിമിനലുകളെ ജയിൽ മോചിതരായി പുറത്തുവിട്ടപ്പോൾ ആരായിരുന്നു കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയും? ഇതെല്ലാം പൊതുജന സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ തന്നെ BJP ആയി പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇത് ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ എന്താണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്? കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഈ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ചർച്ചയാകരുത്. അപ്പോൾ ഇന്നലെയും എല്ലാം കേന്ദ്ര ഗവൺമെൻറ് ഓരോ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നു. ഇന്നലെ പ്രഖ്യാപിച്ച അവാർഡ് എന്താണ്? കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ ഇടങ്ങളിൽ ഏറ്റവും ശക്തമായി ഇടപെടുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. കേരള പോലീസിന് അവാർഡ് കൊടുക്കുകയാണ്. മിനിങ്ങാന്ന് നമ്മൾ കണ്ടു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2 കൊല്ലം കൊണ്ട് 28-ൽ നിന്ന് 15, 15-ൽ നിന്ന് 1-ാം സ്ഥാനത്തേക്ക് ഈ കൊച്ചു കേരളം കുതിച്ച് മുന്നേറുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ PSC നിയമനത്തിൻ്റെ ലിസ്റ്റ് വന്നു ദേശീയ തലത്തിൽ, അതിൽ പകുതിയിലധികം കേരളത്തിലാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ വച്ചുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ പുറത്തു വരികയാണ്. അപ്പോൾ വിവിധ മേഖലകളിൽ ഒന്നാമതെത്തി, വികസന പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്തി, വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യ വികസന സൂചികൾക്കൊപ്പം തന്നെ വികസനത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും കാര്യത്തിൽ കൂടി ഒന്നാമതെത്തുമ്പോൾ ഒരിക്കലും കേരളത്തിലെ ഗവൺമെന്റിന് ഇനി പിടിച്ചാൽ കിട്ടില്ല എന്ന യാഥാർത്ഥ്യം കോൺഗ്രസിന് ബോധ്യമായിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടി, പ്രചരണവും ആരോപണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അരുൺ, ഇത് ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങൾ, മികവുകൾ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഇന്നത്തെ ഒരു വിവാദ പരിസരത്തിൽ അതൊന്നും പരിഗണിക്കപ്പെടാതെ പോലും പോകുന്നുണ്ട്. ചർച്ചകളിലേക്കൊന്നും അത് കടന്നു വരുന്നില്ല. അതിൻ്റെ ഓരോ ഭാഗവും, താങ്കൾ ഈ പറഞ്ഞ ഓരോന്നും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാജ്യത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ രാജ്യത്തെ 1-ാമത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു. ഇപ്പോൾ കേരളം എവിടെ ഒരു സംരംഭം തുടങ്ങിയാലും കൊടികുത്തും, പണിമുടക്കും, ഇതെല്ലാം അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ഒരു വലിയ പ്രചാരണം നിലനിൽക്കെ അതെല്ലാം കടന്ന് രാജ്യത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൻ്റെ 1-ാമത്തെ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ, നാളെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഉത്തർപ്രദേശ് എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല, കേരളം എന്ന് എഴുതിയാലേ മാർക്ക് കിട്ടൂ. ആ നിലയിലൊരു മാറ്റം വരുമ്പോൾ അത് നമ്മുടെ മാധ്യമങ്ങളടക്കം ഒരു സംസ്ഥാനത്തിൻ്റെ ഉത്തമ താല്പര്യത്തെ കരുതി ചർച്ചകൾക്ക് പോലും വിധേയമാക്കുന്നില്ല, അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല, അതിൽ വിമർശനപരമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. ഞാനിത് പറഞ്ഞത്, ഇവിടെ ഈ അന്തർധാര എന്ന വാചകം ഏറ്റവും അധികം ഇങ്ങനെ നിറച്ചു നിർത്തുന്ന ഒരു കാലത്ത്, അത് വാക്കിലാകാം അല്ലെങ്കിൽ പറച്ചിലിലാകാം ഒക്കെ വരുന്നൊരു മാധ്യമ സമീപന കാലത്ത് ഒരു കോൺഗ്രസ് MLA
വളരെ സ്പഷ്ടമായി മോദി സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ ഇടം പിടിക്കുന്നു. അതാകട്ടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനാണ്. പക്ഷേ എന്നിട്ടും ഇന്നത്തേതടക്കം ചർച്ചകളിലും വാർത്തകളിലും ഇത് എത്രമാത്രം മാധ്യമങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെ ഇത് കണ്ടതായി പോലും നടിച്ചിട്ടുണ്ട് എന്നതുപോലും പ്രധാനമാണ്. എത്ര വലിയ മാധ്യമ പ്രിവിലേജ് വളരെ പക്ഷപാതപരമായി ഏകപക്ഷീയമായി വാർത്തകളോടുള്ള ഉത്തരവാദിത്തം കാട്ടാതെ തന്നെ നൽകുന്നൊരു അന്തരീക്ഷം കേരളത്തിൽ വളരെ സജീവവും ശക്തവുമായി പരക്കുകയാണോ? അരുണിൻ്റെ ഒരു അഭിപ്രായം. നിരന്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണല്ലോ. അത് കറക്റ്റാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു വ്യവസായി കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് തെലങ്കാനയിലേക്ക് പോയപ്പോൾ തുടർച്ചയായി 6 ദിവസം വരെ ന്യൂസ് അവറുകളിൽ ചർച്ച ചെയ്ത പ്രൈം ടൈമിൽ ചർച്ച ചെയ്ത ചാനലുകൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ എല്ലാ വ്യവസായവും പോവുകയാണ്, വലിയ തരത്തിൽ ഇവിടെ പ്രശ്നങ്ങളാണ്, വ്യവസായ സൗഹൃദമല്ല, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ കാരണമാണ് ഇങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞ് തുടർച്ചയായി 6 ദിവസം ചർച്ച നടത്തിയ പ്രധാനപ്പെട്ട ചാനലുകൾ വരെ കേരളത്തിലുണ്ട്. എന്നാൽ കേരളം അന്ന് 28ാം സ്ഥാനത്താണ്. ഈ 28 സംസ്ഥാനങ്ങളിൽ 28ാം സ്ഥാനത്താണ് 2022-ൽ. അതിനുശേഷം അടുത്ത വർഷം അത് 15 ആകുന്നു, പിന്നെ ഒന്നാമതെത്തുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി വിളിച്ചു വരുത്തി വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ വെച്ച് അവാർഡ് കൊടുത്ത് പ്രഖ്യാപിക്കുകയാണ്. ഇന്ന മാനദണ്ഡങ്ങൾ നോക്കി 9 ഇനങ്ങളിൽ നിങ്ങൾ ഒന്നാമതെത്തിയിരിക്കുന്നു. രണ്ടാമത് നിൽക്കുന്ന ആൾക്ക് കിട്ടിയിരിക്കുന്ന 0.5 കാര്യങ്ങളിലാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ വച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി വ്യവസായ മന്ത്രിക്ക് അവാർഡ് കൊടുക്കുന്ന സാഹചര്യം വന്നിട്ടും ഒറ്റ ചാനൽ പോലും അത് ചർച്ചയാക്കിയില്ല. ആകെ ചർച്ചയാക്കിയത് കൈരളി മാത്രമാണ്. മറ്റൊരു ചാനലും അത് ചർച്ച ഒരു മണിക്കൂർ അതിനുവേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായില്ല. എഡിറ്റോറിയൽ 2-3 പത്രങ്ങൾ എഴുതി. കാരണം അവർ എതിരായി എഡിറ്റോറിയൽ എഴുതി മടുത്തിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം വന്നത്. പക്ഷേ അത് ചർച്ചയാക്കേണ്ടേ? കാരണം ഇത്തരത്തിൽ അത് ചർച്ചയാക്കിയാലല്ലേ ഇതിനൊരു തുടർച്ചയുണ്ടാകണം. കൂടുതൽ സംരംഭകർ കേരളത്തെ തേടി വരണം. കേരളത്തിൽ തൊഴിലില്ലായ്മ ശാശ്വതമായി പരിഹരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളം കുതിക്കണം. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളപ്പോഴാണ് കേരളത്തിൽ ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ ദിവസങ്ങൾ ആഴ്ചകൾ ചർച്ചയാക്കുന്നവർ ഗവൺമെൻറ്റിൻ്റെ മികച്ച നേട്ടം, അതും സമാനതകളില്ലാത്ത നേട്ടം, മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പുറകിൽ നിർത്തിക്കൊണ്ടുള്ള നേട്ടം വരുമ്പോൾ പോലും അത് ചർച്ചയാക്കാൻ തയ്യാറാകുന്നില്ല. ഈ സമയത്ത് പോലും നുണപ്രചരണവുമായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇറങ്ങിത്തിരിക്കുകയാണ്. വളരെ ചെറിയ കാര്യങ്ങൾ വരെ എടുത്ത് പർവ്വതീകരിച്ച് വാർത്തയാക്കുന്നത് നാം കാണുകയാണ്. ഇപ്പം ഇന്നലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷ രാജ്യത്ത് ഏറ്റവും വലിയ ചർച്ചയാണ്. കൽക്കത്ത കത്തിക്കൊണ്ടിരിക്കുകയാണ്, മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്, സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും മികച്ച രീതിയിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായിട്ടുള്ള ക്രൈമിനെ നേരിടാൻ സൈബർ ഇടങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റാണ് എന്ന് കേന്ദ്ര ഗവൺമെൻറ്റാണ് വിളിച്ച് അവാർഡ് നൽകിയിരിക്കുന്നത്. ശ്രീ സേനാപതി വേണു ഒന്ന് ശ്രദ്ധിക്കണം. മനോരമ പത്രം ഒരു പ്രത്യേക വാർത്ത പുറത്തുവിട്ടു. എന്താണ്? ഈ രാജ്യത്തെ മുഴുവൻ PSC നിയമനത്തിൻ്റെ ലിസ്റ്റാണ്. മനോരമയാണെങ്കിലും UPSCയുടെ കണക്കാണ് അവർ പുറത്തുവിട്ടത്. അത് ഈ കേരളത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ PSC നിയമനം 34,110 തൊട്ടടുത്ത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ വെറും 6 അതായത് ഒരു വർഷം 6 പേർക്കാണ് സർക്കാർ നിയമനം ഈ കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് കിട്ടുന്നത്. ഒന്ന് അന്തരം നോക്കിക്കേ. ഇന്ത്യയിൽ ആകെ നടക്കുന്ന നിയമനത്തിന്റെ പകുതിയിലധികം ഈ കൊച്ചു കേരളമാണ്. ജനസംഖ്യ എടുത്തു നോക്കിയാൽ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ 1.86% ഈ കൊച്ചു കേരളത്തിലുള്ളൂ. ഇതൊന്നും നിങ്ങൾ കാണില്ല. നിങ്ങൾക്ക് CPM-നെ ആക്രമിക്കണം, നേതാക്കന്മാരെ ആക്രമിക്കണം, അവരുടെ കുടുംബത്തെ ആക്രമിക്കണം, മാധ്യമങ്ങളെ കൂട്ടുനിർത്തി ആക്രമണ പരമ്പര തുടരണം. അങ്ങനെ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ നില വളരെ പരുങ്ങലിലാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആരാണ് ഈ 18 MP-മാരിൽ ചർച്ച നടത്തി പൂർത്തീകരിച്ച് അങ്ങേയറ്റത്തേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ പുറത്തു വരും. അതിൻ്റെ കൂടെ ആരൊക്കെയുണ്ട് എന്ന് പുറത്തു വരും. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മൗനം വെടിയേണ്ട സാഹചര്യം, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം അടുത്തുണ്ടാകും. ഈ ഒറ്റ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അതിനൊപ്പം വീണ്ടും ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഞാൻ ഒരു പ്രവചനത്തിനോ ഒരു ഗസ്സിനോ അരുൺകുമാർ തയ്യാറാണോ? ആ 18 ആ പറഞ്ഞ കോൺഗ്രസ് MP-മാരിൽ ആരാകും എന്നതിനെ സംബന്ധിച്ച് നേരിട്ട് പേര് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഒരു അനുഭവത്തിൽ ആരാകും ഒന്ന് ഓർത്തു വെക്കുക. തിരിച്ചു വരുമ്പോൾ അടുത്ത റൗണ്ടിൽ നമുക്ക് സംസാരിക്കുമ്പോൾ അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കാൻ പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ നല്ലത്. ശ്രീ അനിൽകുമാർ, തിരുവനന്തപുരം ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് വയനാടിനൊപ്പം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചത്. ഇവിടെ ശ്രീ ജയചന്ദ്രൻ നേരത്തെ അരുൺ ആവർത്തിച്ച് പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിനകത്തെ ഇപ്പോൾ വിവാദങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമോ ഒക്കെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് തോന്നിക്കൂടാഴുകയില്ല. കാരണം ആ ഒരു മാധ്യമ
പിന്തുണയും വളരെ കാര്യമായി കിട്ടുന്നുണ്ട്. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അരുൺ മുമ്പും പറഞ്ഞതുപോലെ സംസ്ഥാനത്തിനകത്ത് വലിയ കഥയില്ലായ്മ കോൺഗ്രസ് നേരിടുന്നുണ്ട് എന്ന അനുഭവത്തിൽ നിന്നാണോ താങ്കൾ പറഞ്ഞതുപോലെ നിരാശ, ഇച്ഛാഭംഗം, മോഹഭംഗം അനുഭവിക്കുന്ന ഒരു എം പി, അത് മുതിർന്ന നേതാവാണ് എന്ന് പറഞ്ഞാൽ ദീർഘകാലം പല ടേമുകളിലായി എം പി ആയിരുന്ന ഒരാൾ പോകാനായി ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തെ അപ്രോച്ച് ചെയ്തത് എന്ന് പറയുന്നത്? ഞാൻ വീണ്ടും അത് കോൺടെക്സ്റ്റ് ഒന്ന് താങ്കളുടെ മുമ്പിലേക്ക് വെച്ചു എന്ന് മാത്രം. പക്ഷേ എൻ്റെ ചോദ്യം ഈ അരുണുമായി അവസാനം സംസാരിച്ച അതേ വിഷയമാണ്. ഇന്നത്തെ ഒരു കോൺടെക്സ്റ്റ് ഉണ്ട്, ഞാനൊന്നും ആവർത്തിക്കണ്ടല്ലോ, താങ്കൾക്കറിയാം. ആ കോൺടെക്സ്റ്റിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ആനുകൂല്യം കൈപ്പറ്റുന്നു, അവരുടെ അഭിഭാഷക പാനലിൽ ഉൾപ്പെടുന്നു. എന്താണ് അതിൻ്റെ ഒരു രാഷ്ട്രീയ മാനം? എന്താണ് അതിൻ്റെ ഒരു വാർത്തയുടെ ഒരു ഗൗരവവും ആഴവും വിപുലമായ തലവും നിരവധിയാണ്. പക്ഷേ എന്നിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തെ, 2 വാർത്തകളാണ് ഒരേ ദിവസം വരുന്നത്. ദേശീയ തലത്തിൽ ഒരു മാധ്യമം എഴുതുന്നു, ദാ ഒരു എം പി പോകാൻ പോകുന്നു. കേരളത്തിൽ രേഖകൾ സഹിതം കൈരളിയാണ് ഇന്ന് ആ വാർത്ത ആദ്യം കൊടുത്തത്. മോദി സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ ചാണ്ടി ഉമ്മൻ MLA പുതുപ്പള്ളി, ഉമ്മൻചാണ്ടിയുടെ മകൻ. വിപുലമായ ഗൗരവമായ ഒരു രാഷ്ട്രീയ വാർത്തയാണ്, 2 രാഷ്ട്രീയ വാർത്തകളാണ്. പക്ഷേ മാധ്യമങ്ങൾ നൽകുന്ന ഒരു പരിഗണനയും പരിലാളനയും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എങ്ങനെയാണ് പരിഗണിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ? അവിടെയാണ് CPIM പറയുന്നത്, പലപ്പോഴും സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു അന്ധത ബാധിച്ചതുപോലെ CPM വിരുദ്ധത മാധ്യമങ്ങളിൽ വസ്തുതകളെ മനസ്സിലാക്കുന്നതിൽ, അതിനെ ഇഴകി പരിശോധിക്കുന്നതിൽ, അത് ആ നിലയിൽ ജനങ്ങളിൽ അവതരിപ്പിക്കുന്നതിൽ കഴിയാതെ വരുന്നു കേരളത്തിൽ. വളരെ പ്രകടമായ പ്രത്യക്ഷ ഉദാഹരണങ്ങളായി ഈ 2 സംഭവങ്ങളും മാറുന്നുണ്ടോ ശ്രീ ജയചന്ദ്രൻ? അത് കേരളത്തിൽ സ്ഥലത്തെ നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അനുനിമിഷം കാണുന്നത് പോലെ ഈ രാഷ്ട്രീയ കാപട്യവും അത് ശീലമായി ലളിതമായി പറഞ്ഞു വെക്കാവുന്നത് കേരളത്തിൽ അല്ല, ഇണപിരിയാതെ കിടക്കുന്ന അല്ല മാധ്യമ കാപട്യവും രാഷ്ട്രീയ കാപട്യവും ഒന്നുപോലെ ഇണചേർന്ന് ഇടപിരിയാതെ കിടക്കുന്ന ഒരു സന്ദർഭമാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചു പോരുന്നത്. താങ്കളിപ്പോൾ CPMൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യം പറയുകയാണ്, എന്നിട്ട് ഞാൻ ചാണ്ടി ഉമ്മനിലേക്ക് വരാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ADGP വിവാദം, പിന്നെ ഇദ്ദേഹം ADGP ദത്താത്രേയെ കാണാൻ പോയത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ മകളുടെ കേസിന് വേണ്ടിയിട്ടാണ്. 1, 2 ലാവലിൽ. അപ്പോൾ നമ്മൾ അമ്പരന്ന് പോകുന്ന കാപട്യം അതിൻ്റെ അകത്ത് കാണുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയണമെന്ന് വിചാരിക്കുന്നത്. ഈ കഴിഞ്ഞ വർഷം മെയ് 22-നാണ് ദത്താത്രേയെ കാണുന്നത് ADGP അജിത് കുമാർ, 2023 മെയ് 22-ന്. ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇന്ത്യയിൽ ആദ്യമായൊരു മാധ്യമത്തിൽ പുറത്തു വരുന്നത് മലയാള മനോരമയിൽ 2023 ഓഗസ്റ്റ് 9-നാണ്. നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസാണ്. ADGP അജിത് കുമാർ ദത്താത്രേയെ കാണുന്നത് മെയ് 22-ന്. ഈ വാർത്ത വരുന്നത് ഓഗസ്റ്റ് 9-ന്. അപ്പോൾ ഓഗസ്റ്റ് 9-ന് വരാനിരിക്കുന്ന വാർത്തയ്ക്ക് വേണ്ടി മുൻകൂട്ടി അജിത് കുമാർ അവിടെ പോയി ദത്താത്രേയെ കണ്ടു എന്നുകൂടെ ഇനി പറഞ്ഞാൽ മതി. അത്രയ്ക്കുണ്ട് കാപട്യത്തിൻ്റെ ആ ഒരു തീവ്രത. അതൊന്നും ഇവർക്ക് ഒരു ഉളുപ്പമില്ലാത്ത നിലയിലേക്ക് മാറുന്നത് എങ്ങനെയാണെന്ന് സേനാപതി വേണുവിനെ പോലുള്ളവരെങ്കിലും അല്പമെങ്കിലും ഈ ആർജവത്തോടെ രാഷ്ട്രീയത്തിൽ നിൽക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുന്നത്? ഈ മാസങ്ങൾ കഴിഞ്ഞ്, മെയ് കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഏതാണ്ട് 2.5 മാസത്തോളം വരുന്നുണ്ട്. നീളം നോക്കിയാൽ ഏതാണ്ട് 79 ദിവസം വരുന്നില്ലേ? അപ്പോൾ അത്രയും കാലം കഴിഞ്ഞ് വരാൻ ഇരിക്കുന്നൊരു വാർത്തയെ സംബന്ധിച്ച് മുൻകൂട്ടി അജിത് കുമാർ സംസാരിച്ചു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. 1. 2, 2006 മാർച്ച് 1-നാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാനത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കുന്നത്. ആ ക്യാബിനറ്റ് മീറ്റിങ്ങിലാണ് SNC ലാവലിൻ കേസ് CBIക്ക് വിടാൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭാ യോഗം തീരുമാനിക്കുന്നത്. വിട്ടു. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 2013 നവംബർ 5-ന് CBI സ്പെഷ്യൽ കോടതി പിണറായി വിജയനെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കി, കേസിൽ നിന്ന് ഒഴിവാക്കി. സ്പെഷ്യൽ കോടതി CBIയുടെ ആണ്, തിരുവനന്തപുരത്ത്. അതിനെതിരെ അപ്പീൽ പോയി. 2017 ഓഗസ്റ്റ് 23-ന് ഹൈക്കോടതിയും
കീഴ്ക്കോടതി വിധി CBI സ്പെഷ്യൽ കോടതി വിധി ശരിവെച്ചു. അതിനെതിരെ CBI പരാതി പോയി സുപ്രീം കോടതിയിൽ. അതാണ് ഇപ്പോൾ 40ാമത്തെ തവണ മാറ്റി വച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ കോടതി CBI കോടതി വിധിച്ചപ്പോൾ BJP നേതാക്കന്മാർ ആഹ്ലാദം എന്തായിരുന്നറിയാം, വിമർശനം എന്തായിരുന്നറിയാമോ? നമ്മളെല്ലാം കണ്ടതല്ലേ, കേട്ടതല്ലേ. CPIM-ഉം കോൺഗ്രസും മൻമോഹൻ സിംഗ് സർക്കാരും കൂടെ ഒത്തുകളിച്ചിട്ടാണ് ഈ വിധി ഇങ്ങനെ ഉണ്ടായത്. ഇതായിരുന്നല്ലോ അന്നത്തെ ആക്രോശം. BJP-ക്കാരാണ് ആക്രോശിച്ചത്. അത് കഴിഞ്ഞ് CBI കോടതിയുടെ വിധി ഹൈക്കോടതിയും ശരിവെച്ചു. അപ്പോഴത്തേക്ക് നരേന്ദ്രമോദി വന്നു. അപ്പോൾ പിന്നെ മിണ്ടാട്ടമില്ല. പിന്നെ ഇപ്പോൾ 40ാമത്തെ തവണ മാറ്റിവെച്ചപ്പോഴത്തേക്കോ അത് BJP ആയിട്ടുള്ള ധാരണയാണത്രേ. നാണമില്ലേ ഈ കോൺഗ്രസ്സുകാർക്ക് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ? അപ്പോൾ ഈ കാപട്യം, രാഷ്ട്രീയ കാപട്യം ഒരാളുടെ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ എത്രത്തോളം ആക്കാമോ അത്രത്തോളം ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇൻഫ്ലേറ്റ് ചെയ്യണത്. അത് അങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്ത് കയറ്റി വിടുകയാണ് ഇവരെ. അതാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരം കാര്യങ്ങൾ, ഈ ചാണ്ടി ഉമ്മനെ പോലുള്ള ആൾക്കാരുടെ കാര്യം വരുമ്പോൾ അതേ രാഷ്ട്രീയ കാപട്യവും മാധ്യമ കാപട്യവും ഒരുപോലെ വരുന്നു. ശരി, അത് എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് സൗകര്യമില്ല. നിങ്ങളാരാ ഇതൊക്കെ ചോദിക്കാൻ? ഞങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഭരണഘടനയുടെ 15ാം വകുപ്പാണ്. പിന്നെ 14 ഉണ്ട്, 25, 26 ഒക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളും എന്ന് ഒരു ഒഴുക്കൻ മറുപടി പറഞ്ഞാൽ അവരെല്ലാം സേഫായി. പക്ഷേ അദ്ദേഹത്തിന് നിങ്ങൾ ആക്രമിക്കുന്നത് ശരിയാണോ? ഇങ്ങനെ മുഖ്യമന്ത്രിയല്ലേ അദ്ദേഹം, ഒരു സീസൺഡ് പൊളിറ്റീഷ്യനല്ലേ, എത്രയോ വർഷങ്ങളായി, ദശാബ്ദങ്ങളായി കേരള രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ അങ്ങനെ കാണിക്കുന്ന മുഴുവൻ കുഴപ്പമാണ്. നിങ്ങൾ എന്ത് തെളിവ് വന്നാലും കുഴപ്പം തന്നെയാണ്. ഇങ്ങനൊരു ബ്രാൻഡിങ് അത്രത്തിൽ ഇൻഫ്ലേറ്റിംഗ് ആണ് നടക്കുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശരത് ചോദിച്ചത് ഈ പ്രശ്നം ഏതാ, ചാണ്ടി ഉമ്മൻ്റെ വിഷയം. ചാണ്ടി ഉമ്മൻ വിശുദ്ധനാണിപ്പോൾ. കാര്യം ഉമ്മൻചാണ്ടിയുടെ പുത്രനല്ലേ, അത്രയും വലിയ ഹൈപ്പിലാണല്ലോ നിൽക്കുന്നത്. അദ്ദേഹത്തിന് എന്തും പിന്നെ ആവാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ വാക്ക് ഇങ്ങനെ വരുന്നത്. ഞാൻ നേരത്തെ ആ പാനലിലുണ്ടായിരുന്നു. അതിങ്ങനെ റെക്കറിങ്ങുമായിട്ട് ഇങ്ങനെ വരികയല്ലേ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണോ ഈ അഭിഭാഷക വൃത്തിയിൽ ദീർഘനാളായി പ്രവർത്തിക്കുന്ന അരുൺകുമാർ പറഞ്ഞല്ലോ, അങ്ങനെയൊന്നും വരാൻ കഴിയുന്ന കാര്യം നമ്മുടെയൊക്കെ സാധാരണ അറിവിലും അങ്ങനെയൊന്നും വരാൻ കഴിയില്ല. അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BJP-യുടെ പ്രാദേശിക നേതാക്കന്മാർ വരെ അതിനകത്ത് താങ്കൾ പറഞ്ഞല്ലോ, ഞാനൊന്ന് സേനാപതിയിലേക്ക് പോട്ടെ. പല പോസ്റ്റുകളും നിൽക്കുന്നുണ്ട്. അതെ, അതിൽ തന്നെ ഈ അവസരം ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്ന, കോടതിയിൽ പോയി അഭിഭാഷക വൃത്തി ചെയ്യുന്ന മറ്റേതെങ്കിലും ഒരു BJP അനുഭാവിക്കോ BJP നേതാവിനോ BJP പ്രവർത്തകനോൻ്റെയോ അവസരം നിഷേധിച്ചിട്ടാണ് ഒരു കോൺഗ്രസ് MLA-ക്ക് ഇത് കിട്ടുന്നത് എന്നതുകൂടിയുണ്ട് അതിനകത്ത്. ഇവിടെ ശ്രീ സേനാപതി, യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി ഈ നിയമനം, ചാണ്ടി ഉമ്മൻ MLA-യുടെ ഈ നിയമനം, കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിലേക്കുള്ള നിയമനം രാഷ്ട്രീയമായി കോൺഗ്രസിന് നല്ലതാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ കാര്യത്തിൽ. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇന്ന് എന്താ പറഞ്ഞ കൈരളിയിൽ വന്ന ഒരു വാർത്ത മാത്രമാണ് എനിക്ക് ചാണ്ടി ഉമ്മനുമായിട്ട് സംസാരിക്കാനോ അതോടൊപ്പം തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ കളക്ട് ചെയ്യാനോ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. ഞാൻ നാളത്തെ ചാനൽ ചർച്ചയിൽ തീർച്ചയായിട്ടും അതിന്റെ സാഹചര്യം എന്ത് എന്നുള്ളത്, ഏത് സാഹചര്യത്തിലായാലും ഒരു കോൺഗ്രസ് MP, ഒരു കോൺഗ്രസ് MLA ഏത് സാഹചര്യത്തിലായാലും, ബാക്കിയെല്ലാം വിടാം, ഞങ്ങൾ രേഖകൾ സഹിതം വെച്ചിട്ടാണ്, അല്ലാതെ ഒരു ഊഹാപോഹമൊന്നും അല്ല ചെയ്തത്. ഏത് സാഹചര്യത്തിലായാലും മോദി സർക്കാരിൻ്റെ ഇത്തരം ഒരു ആനുകൂല്യം ഒരു കോൺഗ്രസ് MLA പറ്റുന്ന, ചാണ്ടി ഉമ്മൻ എന്നൊക്കെയുള്ള പേര് നമ്മൾക്ക് വിടാം, അതെല്ലാം വിട്ടേക്കാം. സേനാപതി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ ശരിയായ രാഷ്ട്രീയ നിരീക്ഷണം പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് നല്ല ധാരണയുള്ളത് കൊണ്ട് ചോദിക്കുന്നതാണ്. ഏത് സാഹചര്യത്തിലായാലും ഇത്തരമൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവർ വെച്ചു നീട്ടിയ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നത് രാഷ്ട്രീയമായി ഉചിതമല്ല എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരനാണോ താങ്കൾ? അല്ല, ഞാൻ ചാണ്ടി ഉമ്മൻ വന്നിരിക്കുന്നത് ദേശീയപാത അതോറിറ്റിയുടെ പാനലിലാണ് വന്നിരിക്കുന്നത്. അവിടെ BJP-യുടെയോ അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെയോ അല്ല. ദേശീയപാത അതോറിറ്റി എന്ന് പറയുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടെ ഇദ്ദേഹം ഏത് സാഹചര്യത്തിൽ വന്നു, അതിന്റെ രാഷ്ട്രീയം എന്തെന്ന് എന്താണ് അരുൺ പറയും. അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്, ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. ഒറ്റ കാര്യം, ഈ അഡ്വക്കേറ്റ് സേനാപതി വേണു പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനാണ്. കേന്ദ്ര ഗവൺമെന്റ് അത്തരത്തിലെ ഒരു സ്ഥാനം തന്നാൽ താങ്കൾ സ്വീകരിക്കുമോ? ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിൽ കിട്ടി അങ്ങ് സ്വീകരിക്കുമോ? ഇല്ല, എനിക്ക് അത്രയും പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ പറയും എനിക്കത് വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. ഉത്തരം ഞാൻ പറഞ്ഞു
എനിക്ക് അത്രയും പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് ഞാൻ അന്നേരം പറഞ്ഞ് കൈയൊഴിക്കുകയുള്ളൂ. അപ്പൊ ഇനി ഞാൻ അങ്ങനെയാണെങ്കിൽ സേനാപതി, അങ്ങനെയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഞാൻ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, അല്ലാതെ ചാണ്ടിയുമ്മനുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായുള്ള നിങ്ങളുടെ ആ ബന്ധത്തെക്കുറിച്ചൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അസുഖകരമായ സാഹചര്യം ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? അല്ല, ഞാൻ ഇതിനകത്ത് പറഞ്ഞല്ലോ, അതൊരു പൊളിറ്റിക്കൽ നിയമനമാണ് എങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ്, അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ്. മറിച്ച് അത് ദേശീയപാത അതോറിറ്റി അവര് ഇന്റർവ്യൂയോ അല്ലെങ്കിൽ ടെസ്റ്റോ എന്താണ് അതിന്റെ മാനദണ്ഡം, അത് പ്രകാരമാണ് എങ്കിൽ. അപ്പൊ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അതിന്റെ ഒരു പൂർണ്ണമായ ഒരു വിവരം കിട്ടാതെ ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ വർത്തമാനത്തിൽ ശ്രീ ജയചന്ദ്രൻ സാറും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ. കേരളത്തിലെ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കുന്ന 98 MLA-മാരിൽ ഒരു MLA അയാൾ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളാണ്. അതാണ് കേരളത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തിരിക്കുന്നത്. ആ ചർച്ചയിൽ വന്നപ്പോൾ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് അനുബന്ധമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താ, സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP അദ്ദേഹം ആരുമായിട്ടാണ് ചർച്ച നടത്തിയത്? RSSന്റെ ദേശീയ കാര്യവാഹകൻ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ഈ ദത്താത്രേയ ഹൊസബളയുമായി. അത് മാത്രമല്ല, അങ്ങ് പറഞ്ഞ ആ ഡേറ്റിന് ശേഷം, ഇത് മെയ് 22 എങ്കിൽ ജൂൺ മാസം 2-ാം തീയതി റാം മാധവുമായിട്ടും ചർച്ച നടന്നിരിക്കുന്നു. സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും ചുമതലയുള്ള ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ഇന്ന് ഇപ്പോ കൗതുകകരമായ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് സ്പീക്കർ M. ഷംസീറിൽ നിന്ന്. RSS വലിയൊരു സംഘടനയല്ലേ? അദ്ദേഹം ചോദിച്ചു, എത്ര നിർദോഷമായ ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. RSS വലിയൊരു സംഘടനയല്ലേ, അതിൽ ചർച്ച ചെയ്തുകൊണ്ട് എന്താണ് കുഴപ്പം? ആ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. എന്ത് ചർച്ചയാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഒരു ADGPക്ക് RSSന്റെ നേതാവുമായിട്ട് ചർച്ച നടത്തേണ്ട എന്ത് കാര്യമാണ് കേരളത്തിലുള്ളത്? ഇനി ആ കാര്യത്തെക്കുറിച്ച് ബഹുമാന്യനായ ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞതാണെങ്കിൽ ശരിയെങ്കിൽ ഞങ്ങൾ അത് സ്വീകരിക്കുന്നു. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല കരിമണൽ കേസ് ഒതുക്കാനാണോ അല്ലെങ്കിൽ ലാവലിൻ കേസാണോ. ഞങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എന്താണ് ചർച്ചയിലെ വിഷയം? വ്യക്തമാണ്, താങ്കളുടെ ആർഗ്യുമെന്റ് വ്യക്തമാണ്. ഇവിടെ ഒന്നാം പേജിലുണ്ട്. എന്താണ് ശ്രീ ജയചന്ദ്രൻ? കേട്ടില്ല. VD സതീശൻ്റെ പ്രസ്താവന ഇന്ന് മാതൃഭൂമി പത്രത്തിലുണ്ട്. 1-ാം പേജിലും ചില എഡിഷനുകളിൽ ഉൾപേജിലുമുണ്ട്. ഇവിടെ ശ്രീ ഞങ്ങൾ പറഞ്ഞിട്ട് എന്താണ് ഇഷ്യൂ, അതെന്താണ് കാണാത്തത്? അത് സേനാപതി വിട്ടുകളഞ്ഞു. സേനാപതി വേണു. അതെ, ഇവിടെ ശ്രീ അരുൺകുമാർ ചോദിക്കുകയാണ് ചെയ്തത്. ശ്രീ സേനാപതി ഇവിടെ ശ്രീ അരുൺ ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനൊരു ചെറിയ മറുപടി താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ, അതായത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാപട്യം എന്ന നിലയിൽ ഈ ഒരു MP BJPയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വാർത്തയെക്കുറിച്ചും അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും സംസാരിക്കുന്നു. അതുപോലെ തന്നെ ചാണ്ടിയുമ്മൻ എന്ന MLA മോദി സർക്കാരിന്റെ അഭിഭാഷക ആനുകൂല്യം കൈപ്പറ്റുന്നു, അങ്ങനെ ആ പദവിയിൽ വരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ ബദലായി നിലവിൽ ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വാദമോ വിമർശനമോ ആണ് സേനാപതി അവതരിപ്പിക്കുന്നതെങ്കിൽ ഇടവേളയിലേക്ക് പോകും മുമ്പ് അരുണിൻ്റെ അവസരം. ഊഴം. അല്ല, ഇപ്പൊ ADGP RSSന്റെ തലവനെ കണ്ടതും മറ്റു കാര്യങ്ങളുമെല്ലാം ഗവൺമെന്റ് വളരെ വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിച്ച് വന്നവരെ SP സസ്പെൻഷനിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഗവൺമെന്റിന് ഇത്തരത്തിൽ ഏതെങ്കിലും കുറ്റവാളികളെ സംരക്ഷിക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു, പലതരത്തിൽ ആരോപണം. ഗവൺമെന്റ് സംരക്ഷിക്കുക. ഗവൺമെന്റിന് നിയമപരമായിട്ടേ പ്രവർത്തിക്കാൻ കഴിയൂ. ഇപ്പോൾ ഹൈക്കോടതി വാദം കേട്ടിട്ട് ഹൈക്കോടതി പറഞ്ഞല്ലോ, ഗവൺമെന്റിന്റെ പരിമിതി ഞങ്ങൾ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ഏതെങ്കിലും ഒരു കംപ്ലൈനന്റ് വരുന്നത് വരെ ഗവൺമെന്റിന് ആക്ട് ചെയ്യാൻ കഴിയില്ല, ആ പരിമിതിയെ ഓവർകം ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം എന്ന് കോടതി പറയുന്ന സാഹചര്യം. ഇവിടെ പലതരത്തിൽ ആരോപണം ഉയർന്നു വന്നിട്ടും 8 വർഷമായിട്ടും ഒന്നും തെളിയിക്കാൻ UDFനോ മാധ്യമങ്ങൾക്കോ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ ഗവൺമെന്റ് നിയമപരമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ, ശക്തമായ നടപടി സ്വീകരിക്കും. ഒരാളെയും സംരക്ഷിക്കുന്നില്ല, രാഷ്ട്രീയമോ നിറമോ ഒന്നും നോക്കില്ല, ഒരു പരിഗണനയും കൊടുക്കില്ല. നിയമത്തിന്റെ വഴിക്ക് പോകും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളാണ് ജനാധിപത്യത്തിൽ വലുത്, അവരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. പ്രകടന പത്രിക പൂർത്തീകരിച്ച് ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകും. അതിനിടയിൽ ഇത്തരത്തിൽ ഗവൺമെന്റിന്റെ ലക്ഷ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ, ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അത് UDF ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ സമരം നടത്തി എന്നൊന്നുമല്ല. ഗവൺമെന്റിന് നിയമപരമായി പ്രവർത്തിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഏറ്റവും ചിട്ടയായിട്ട് തന്നെ അത് മുന്നോട്ട് പോകും, അതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത, ഒരു MP ആരാണ് ആ MP കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാൻ BJP നേതൃത്വത്തെ സമീപിച്ചത്? ഉമ്മൻചാണ്ടിയുടെ മകൻ തന്നെ മോദി സർക്കാരിന്റെ അഭിഭാഷക ആനുകൂല്യം കൈപ്പറ്റി അവരുടെ പാനലിസ്റ്റായി മാറുന്നു, അഭിഭാഷക പാനലിസ്റ്റിൽ ഉൾപ്പെടുന്നു. 2, അതുപോലെ തിരുവഞ്ചൂർ വളരെ പരസ്യമായി തുടർച്ചയായി പറഞ്ഞു വരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും കേരളത്തിന്റെ ഗവർണറാകണം എന്ന് പറയുന്ന നിലയിലേക്കുള്ള
സമീപനം, ഇതെല്ലാം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കേരളത്തിലെ ഇടതുമുന്നണിയെയും CPIM-നെയും ഈ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ നടത്തുന്ന കോൺഗ്രസിൻ്റെ നീക്കങ്ങൾക്ക് എത്രമാത്രം ഒരു ആധികാരികത, അല്ലെങ്കിൽ എത്രമാത്രം അവർക്ക് ജനങ്ങൾക്കിടയിൽ അത് അവതരിപ്പിച്ച് മുന്നേറാനാകും? അവർക്കതിന് കഴിയുമോ? അതൊരു വലിയ പ്രശ്നമാണ് ശരത്തെ. കാരണം ഈ ഗീബൽസിയൻ തന്ത്രം നമ്മളെപ്പോഴും പറയാറുള്ളതാണല്ലോ, ഒരു കള്ളം 100 തവണ ആവർത്തിച്ചാൽ സത്യമായി തീരും. അത് തന്നെയാണല്ലോ, ഞാനതാണ് പറഞ്ഞത്. ഈ പിന്നെ രാഷ്ട്രീയ കാപട്യത്തിനൊപ്പം മാധ്യമ കാപട്യവും കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള കെട്ടഴിച്ചു വിടുന്നത്. നുണകളുടെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണല്ലോ. അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കാൻ ആർക്കാണ് താല്പര്യം? അത് പിന്നെ നമ്മൾ എത്രയോ പേരെ ദിവസവും കാണുന്നതാണ്. ഞാൻ ഒരുപാട് പേരെന്നോട് ഫോണിലും അല്ലാതെയൊക്കെ സംസാരിക്കുന്നതാണ്. പലർക്കും പലതരത്തിലുള്ള ആശങ്കകളുണ്ട്. ഇങ്ങനെയൊക്കെ എന്താണ് പറയുന്നത്? പിന്നെ ആ പറയുന്നതിൽ ഞാൻ സംസാരിക്കാറുണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച്. പക്ഷേ വ്യാപകമായൊരു ആശങ്കയുണ്ട്. ഈ ആശങ്ക പിന്നെ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. ഞാനീ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇല്ലാത്ത കഥകളിൽ നിന്ന് പിന്നെ പുതിയ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയാണ്. എന്താണെന്നറിയാമോ? അതിൻ്റെ കാരണമായിട്ട് എനിക്ക് മനസ്സിലായത് ഈ പിന്നെ അൻവർ കൊണ്ടുവന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ക്ലൻസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഏറ്റെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പല ചർച്ചകളിലും അത് പറഞ്ഞിട്ടുമുണ്ട്. ഒരു വൃത്തിയാക്കൽ, ശുദ്ധീകരണം വേണം എന്ന് പാർട്ടിയും സർക്കാരും കാണുന്നുണ്ട് പല നിലയ്ക്കും. അതുകൊണ്ടാണല്ലോ അൻവറിന് ഇത്ര തുറന്നത് പറയാൻ തന്നെ സാധിച്ചത്. അത് പിന്നെ ആദ്യം പിന്നെ പാർട്ടി സെക്രട്ടറി എൻഡോഴ്സ് ചെയ്യുന്നു, പിന്നീട് മുഖ്യമന്ത്രി സെപ്റ്റംബർ 2-ാം തീയതി എൻഡോഴ്സ് ചെയ്യുക മാത്രമല്ല, ഈ കാര്യങ്ങളാകെ അന്വേഷിക്കാനായി DGP-യെ തലവനായി ഒരു ടീമിനെ തന്നെ പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് സംഭവിച്ചത്. അപ്പോൾ അത്രയും ഈ സ്വതന്ത്ര MLA ആണെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ടെന്നും അത് പരിഹരിക്കപ്പെടേണ്ടതെന്നുള്ള ബോധ്യം സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കും ഈ തിരികെക്കയറ്റൽ, മാധ്യമങ്ങളുടെ എല്ലാ ദിവസവുമുള്ള തിരികെക്കയറ്റലാണല്ലോ ഈ കാപട്യങ്ങൾ നിരന്തരം വന്നുകൊണ്ടേയിരിക്കുന്നത്. നിരന്തരം നുണപ്രചാരണമാണല്ലോ നടത്തുന്നത്. ആ നുണപ്രചാരണത്തിനിടയിലും ഈ തെളിവിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. പലരും ആ വഴിയിലേക്ക് എത്തുന്നുമുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങൾ കുറേ കൂടെ വിശദമായി നമ്മൾ ഇപ്പോൾ കൈരളിയുടെ പ്ലാറ്റ്ഫോം പോലെ ഈ കാര്യങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യാനായിട്ട് ഞാൻ വേറൊരു വേദി കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പല ചർച്ചയ്ക്കും പോകാറുണ്ടല്ലോ. അത് പറയുമ്പോൾ പല ചർച്ചകളും പോകാറുണ്ടല്ലോ. എന്തോ പല ചർച്ചകൾക്കും താങ്കൾ പോകാറുണ്ടല്ലോ മറ്റു ചാനലുകളിലും. പിന്നെ അവസരമില്ലെന്ന് പറയുന്നത് എങ്ങനെയാണ്? പോകാറുണ്ട്. എന്താണ്? പക്ഷേ അവസരമില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഒന്ന് ചുരുക്കി വേണം സമയത്തിൽ. കട്ടായോ? കേൾക്കാമോ? അല്ല, എനിക്ക് അവസരമില്ലെന്നല്ല പറയുന്നത്. നമ്മൾ ഈ കൈരളിയിൽ പറയുമ്പോൾ കലഹിക്കാതെ നമുക്ക് കാര്യം പറയാം. മറ്റുള്ള ചാനലുകൾ അങ്ങനെയല്ല. അവരുടെ ഒരു പിന്നെ നിലപാടുണ്ടല്ലോ, തീരുമാനം അടിച്ചേൽപ്പിക്കൽ. ആ തീരുമാനത്തിലാണ് കലഹിക്കേണ്ടി വരുന്നത്. കൈരളിയിൽ അത് ഉണ്ടാവുന്നില്ല. നമ്മൾ കൈരളി കൂടുതൽ അക്കാര്യത്തിൽ ഇടപെട്ടാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം. സേനാപതിക്കും ഇതേ അഭിപ്രായമാണ് ഞങ്ങളുടെ ചർച്ചകളെ കുറിച്ചുള്ളത്. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം സ്വാതന്ത്ര്യത്തോടെ പറയാം, ഏത് നിലയിലും അവതരിപ്പിക്കാം. നിശ്ചയമായും അത് അപ്പുറത്ത് അരുണതിന് മറുപടി CPIM പ്രതിനിധി എന്ന നിലയിൽ പറയും. ചർച്ചകൾ ജനാധിപത്യപരമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാനുള്ളത് കൂടിയാണ്. ഇവിടെ സമയം നീണ്ടുപോയതുകൊണ്ടാണ്. ശ്രീ സേനാപതി, കഴിഞ്ഞൊരു 8 വർഷക്കാലമായി ആരോപണങ്ങൾ പലതും പറയുന്നു. അത് നുണപ്രചാരണം എന്ന നിലയിലേക്ക് മാത്രം ഒതുങ്ങുന്നു. ഒന്നും നിങ്ങൾക്ക് തെളിയിക്കാനായിട്ടില്ല. ആ നിലയിലുള്ള ഒരു പ്രശ്നം, ഒരു പ്രതിബന്ധം, ഒരു പ്രതിസന്ധി പ്രതിപക്ഷം നേരിടുന്നുണ്ട്. ഇപ്പോഴും അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും, കാര്യങ്ങൾ അവസാനം എത്തിച്ചേരുക അവിടെ തന്നെയാകും എന്ന ഉത്തമ വിശ്വാസത്തോടെയാണ് CPIM ഇതിനെയും സമീപിക്കുന്നത്. ശ്രീ അരുൺ പറഞ്ഞതിലടക്കം അതുണ്ട്. ഒരു ചെറിയ മറുപടി. ഞാൻ ഇവിടെ ഇപ്പം ഈ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്ന ആരാണ്? ആരോപണം ഉയർത്തിയ ആള് ഇപ്പൊ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. ആരോപണം ഉയർത്തിയ ആള് പറഞ്ഞിരിക്കുന്നത് സുജിത് ദാസിന് മുകളിലുള്ള ആള് ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആള് എന്നാണ്. അദ്ദേഹം പറഞ്ഞതാണെങ്കിൽ കൊലപാതകം, തട്ടിക്കൊണ്ടു പോകൽ, ഞാൻ പറഞ്ഞത് എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ട്. ഒരു സെക്കൻഡ് സെൻകുമാറിനെതിരെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ പിടിയിലല്ല, അയാൾ വേറെ എവിടെയോ ആണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താ? RSSുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവിഹിതമായ ബന്ധത്തെക്കുറിച്ചാണ്. അതേ ബന്ധം നിലനിർത്തുന്ന ആളാണെന്നേ ഇപ്പോ ADGP ആയിട്ട് കേരളത്തിൽ തുടരുന്നത്. എന്തേ നടപടി സ്വീകരിക്കാത്തത്? പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആ നടപടി എന്തേ ഉണ്ടാകാത്തത്? ADGP അതിൽ താഴെയുള്ള
അതിൽ താഴെയുള്ള IG സേനാപതി. അന്വേഷണം നടത്തിയാൽ ആ. പുറത്തു വരുമോ? വരില്ല. ആരോപണങ്ങൾ വരുമ്പോഴും കൃത്യമായിട്ടുള്ള പരിശോധന നടത്താതെ ഇപ്പൊ ആരോപണങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി തെളിവുകൾ ശേഖരിക്കാതെ നടപടിയെടുത്താൽ അവർ അപ്പം തന്നെ കോടതിയിൽ പോകും, അത് ക്വാഷ് ചെയ്യും, അവർ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടു പോകും. ഇപ്പൊ WCC വന്ന് പല ആരോപണങ്ങൾ പറഞ്ഞു, ഒരു കമ്മിറ്റിയെ വെച്ചു, സ്റ്റഡി ആൻഡ് റെക്കമെൻഡേഷൻ വെച്ചു, അതിന്റെ റിപ്പോർട്ട് വന്നു, അതിന്റെ മുന്നോട്ട് പോയപ്പോൾ പലരും വെളിപ്പെടുത്തി രംഗത്ത് വന്നു. എത്രയോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നാളെ ആ കേസ് പരിഗണിക്കുകയാണ്. ആ മേഖലയിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയും. അതുപോലെ ഇപ്പോൾ ഉയർന്നു വന്ന വിഷയങ്ങളിൽ DGP തന്നെ അന്വേഷിക്കുകയല്ലേ. ആ അന്വേഷണത്തിൽ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് അതിന്റെ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരു കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കില്ല, ശക്തമായ നിലപാട് സ്വീകരിക്കും. IAS-കാരാണ്, IPS-കാരാണ്, അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് ഭരണത്തിന്റെ ഇടയിൽ കൊണ്ടുപോയി പുലർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാതൃകാപരമായി ശിക്ഷിക്കും. ആ തെളിവ് പോലും ശേഖരിക്കാതെ അന്വേഷണം നടത്താതെ ഇപ്പൊ തന്നെ അങ്ങ് തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ലല്ലോ. അവർ കോടതിയിൽ പോയി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എല്ലാ തരത്തിലും ക്രിമിനലുകളെ ക്രിമിനലായി കണ്ട് നിയമ നടപടി സ്വീകരിച്ച് ശക്തമായി അവരെ പൂട്ടാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. അതിലൊരു ആശങ്കയും വേണ്ട. നിങ്ങൾ മറുപടി പറയേണ്ടത് എങ്ങനെ ചാണ്ടി ഉമ്മൻ RSSന്റെ വക്കീൽ പാനലിൽ വന്നു, അതുപോലെ ആരാണ് ഈ 18 MPമാരിൽ, അത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണോ, ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വന്നു പോകുന്ന MP ആണോ, ആരാണെന്നുള്ള പേര് നിങ്ങൾ വെളിപ്പെടുത്തുക. ജനങ്ങൾ തന്നെ ഞങ്ങളുടെ എംപിമാർ പോകുന്നതിനെ കുറിച്ച് അങ്ങ് ഉത്കണ്ഠപ്പെടേണ്ട, അങ്ങ് EP പോകാതെ നോക്കിയാൽ മതി. ഞങ്ങളുടെ എംപിമാർ പോകുന്നതിനെ കുറിച്ച് അങ്ങ് ഉത്കണ്ഠപ്പെടേണ്ടതില്ല. ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ് ഡൽഹിയിൽ തന്നെ അത് വാർത്തയാക്കിയിട്ടുണ്ട്. ഡൽഹിയിൽ തന്നെ അത് വാർത്തയാക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ ഡൽഹിയിൽ തന്നെ വാർത്തയാക്കിയത് ശരി രാഹുൽ ഗാന്ധി അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സേനാപതിയുടെ നേതാക്കൾ, ഞാൻ ഒന്നുകൂടി ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, സേനാപതി ചർച്ചയിൽ ഇത് പറയുമ്പോഴും സേനാപതിയുടെ കൂടി നേതാക്കളായ VD സതീശനോ, K സുധാകരനോ, KC വേണുഗോപാലോ, രാഹുൽ ഗാന്ധിയോ, പ്രിയങ്ക ഗാന്ധിയോ, മല്ലികാർജുൻ ഖാർഗെയോ ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് ശക്തമായ കോൺഗ്രസ് നിലപാട് വിശദീകരിച്ചിട്ടില്ല. ചാണ്ടി ഉമ്മൻ അരുൺ പറഞ്ഞതുപോലെ വളരെ ശക്തമായൊരു വാചകം, RSSന്റെ പ്രത്യയശാസ്ത്രം നയിക്കുന്ന മോദി സർക്കാരിൻ്റെ ഭരണത്തിൻ കീഴിൽ ഒരു അഭിഭാഷക പാനലിൽ എങ്ങനെ ചാണ്ടി ഉമ്മൻ വന്നു, എന്തുകൊണ്ട്, ഗൗരവമുള്ള ചോദ്യങ്ങൾ ബാക്കിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. 3 പേർക്കും നന്ദി ചർച്ചയിൽ സഹകരിച്ചതിനും വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചതിനും.